വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു ഗാനത്തിന്റെ വരികളുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നാം പലപ്പോഴും അതൊക്കെ ആശ്വസിക്കാറുണ്ട്. ഭക്തനായ മനുഷ്യൻ എന്റെ ബന്ധു എന്നെ കണ്ടിട്ടും കാണാതെ പോയത് ഓർത്ത് ഭക്തനായ മനുഷ്യൻ ഇങ്ങനെയാണ് പാടിയത്. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. നമ്മുടെ കണ്ണുകളടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഈ മഹായോഗത്തെ അനുഗ്രഹിച്ചവനായ ദൈവം ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മധ്യത്തിലുള്ളത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവെ ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ വചനത്തെ ഉയർത്തുവാൻ സാധുവായ അടിയനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന സകല ജനത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ മഹത്വം എടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിർത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ചുള്ള ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 41-ാമത്തെ വാക്യം, അതിനോട് ചേർന്ന് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. അടുത്ത വാക്യം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. മതി. നാം ആദ്യം വായിച്ചത് ഇങ്ങനെയാണ്, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു, ഇവൻ ആ വിഷയത്തെ ആസ്പദമാക്കി സുവിശേഷത്തിലെ ചില സത്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ മുഴുവൻ പ്രദേശത്തിൽ ഞാൻ ആദ്യമായിട്ട് കർത്താവിന്റെ വചനവുമായി നിൽക്കുമ്പോൾ മാത്രം എന്റെ ചുറ്റുപാടുകൾ പലരും ഈ മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ളിൽ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളോട് ശാന്തമായ സുവിശേഷം പ്രസംഗിക്കണമെന്ന് ഞാൻ ഇന്ന് രാത്രി കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനു മുൻപ് വായിച്ച വാക്യത്തിൽ കിടക്കുന്നതിന് മുൻപ് എന്താണ് സുവിശേഷം എന്ന് ഞാനൊന്ന് പറയട്ടെ. ഇന്ന് ലോകത്തിൽ 24 മണിക്കൂറും മുഴങ്ങിക്കേൾക്കുന്ന ഒരു വിഷയമാണ് സുവിശേഷം. ലോകത്തിൽ എത്ര ഭാഷകളുണ്ടോ അത്രയും ഭാഷകളിൽ തന്നെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഏക വിഷയമുണ്ടെങ്കിൽ അത് സുവിശേഷം മാത്രമാണ്. നരഭോജികളെ നരസ്നേഹിയാക്കി മാറ്റുന്നതാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ. ലോകത്തിൽ ഒത്തിരി ഇസമുണ്ട്. ഗാന്ധിസം, ജൈനിസം, ഫ്യൂഡലിസം, കൺഫ്യൂഷനിസം, അതുപോലെ തന്നെ താവോയിസം, ഇങ്ങനെ ഒരുപാട് ഇസങ്ങളുണ്ട്. ഈ ഇസങ്ങളെല്ലാം നശിക്കപ്പെടുന്നതാണ്. എന്നാൽ നശിച്ചു പോകാത്ത ഒരു ഇസം, അതാണ് ഇവാഞ്ചലിസം അഥവാ സുവിശേഷം എന്ന് പറയുന്നത്. അതാണ്. ഇതാരാണ് എഴുതിയത് എന്ന് നാം പഠിച്ചാൽ പണ്ഡിതൻ എഴുതി, പാമരൻ എഴുതി, ജ്ഞാനി എഴുതി, അജ്ഞാനി എഴുതി, വിദ്യാഭ്യാസമുള്ളവൻ എഴുതി, വിദ്യാഭ്യാസമില്ലാത്തവൻ എഴുതി, കാട്ടത്തിപ്പഴം പെറുക്കുന്നവൻ എഴുതി, മുക്കുവൻ എഴുതി, കുശവൻ എഴുതി, വേദപുസ്തക ശാസ്ത്രത്തിൽ ഡബിൾ PhD ഉള്ള പൗലോസ് എഴുതി, ഡോക്ടർ ലൂക്കോസ് ഈ സുവിശേഷത്തിന്റെ ഭാഗം എഴുതി. എവിടെ ഇരുന്നുകൊണ്ട് എഴുതി? മട്ടുപ്പാവിലും മണിമേടയിലും കാരാഗൃഹത്തിന്റെ കൽത്തുളകളിലും അതുപോലെ സൂസം രാജധാനിയിലും കേബാർ നദീതരങ്ങളിലും എല്ലാം ഇരുന്നുകൂടി ചിലർ എഴുതി. ഏത് സാഹചര്യത്തിൽ എഴുതി? സന്തോഷത്തിന്റെ സമൃദ്ധിയിൽ ചിലർ എഴുതി, കാരാഗൃഹത്തിന്റെ കണ്ണുനീരിൽ ചിലർ എഴുതി, കൈപ്പേറിയ ജീവിതത്തിന്റെ അനുഭവത്തിൽ ചിലരെഴുതി, മാധുര്യമായ ചില അനുഭവത്തിൽ ചിലരെഴുതി, ഉയർച്ചയുടെ അനുഭവത്തിൽ, താഴ്ചയുടെ അനുഭവത്തിൽ എല്ലാവരും ചിലരെഴുതി. എല്ലാവരും കൂടി എഴുതിയത് ക്രോഡീകരിച്ച് പഠിച്ചാൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുകയും അതാണ് ഞങ്ങൾ ഉച്ചൈസ്വരം പ്രഘോഷിപ്പിക്കപ്പെടുന്ന ഈ സുവിശേഷം എന്ന് പറയുന്നത്, അഥവാ ഗുഡ് ന്യൂസ്. ന്യൂസ് എന്ന് എഴുതുമ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷിൽ നാം ഇങ്ങനെ എഴുതാറുണ്ട്, NEWS ന്യൂസ്. N നോർത്ത്, E ഈസ്റ്റ്,
W വെസ്റ്റ്, എസ് സൗത്ത്. ആമേൻ. ലോകത്തിന്റെ 4 ദിക്കിൽപ്പെട്ടവർക്കും ഈ സുവിശേഷം ആവശ്യമാണ്. അതിനെന്താണ് കാരണം? ആമേൻ. ഞാൻ പറയട്ടെ, ഇത് സത്യവചനമാണ് എന്ന് പറഞ്ഞാൽ ഇത് ആരംഭിച്ചത് ദൈവത്തിൽ നിന്നാണ്. തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു, മാനുഷികമെങ്കിലോ നശിച്ചു പോകും, ദൈവികമെങ്കിലോ നിലനിൽക്കും. ഈ സുവിശേഷം എന്ന് പറയുന്നത് വർഷങ്ങളായി എത്രയെത്രയോ ഘടോരപാപികൾ വലിച്ചു കുടിച്ചിട്ടും ഈ സുവിശേഷത്തിന്റെ നദി ഇന്നും വറ്റിപ്പോകാത്തത് ഇത് മാനുഷിക ജ്ഞാനത്തിൽ ഉരുത്തിരിഞ്ഞതല്ല, മറിച്ച് ഇത് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ സ്ഥാപിക്കപ്പെട്ടതായതുകൊണ്ട് ഇന്നും ഈ സുവിശേഷത്തിന്റെ നദി ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സഭയും അതുപോലെയാണ്. ദൈവത്തിന്റെ സഭയെ തച്ചുടയ്ക്കാൻ, ദൈവസഭയെ ഇല്ലായ്മ ചെയ്യുവാൻ ഇവിടെ ആർക്കും കഴിയില്ല എന്നുള്ളത് സത്യമായ പരമാർത്ഥമായ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കേവലം അക്ഷരാഭ്യാസമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത സാധാരണ 12 പേരെ കൊണ്ട് തുടങ്ങിയതാണ് ഈ പെന്തക്കോസ്ത് സഭ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. ആമേൻ. കർത്താവിന് സ്തോത്രം. ആമേൻ. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ചരിത്രപരമായി 1, 2, 3 അധ്യായങ്ങളിലേക്ക് നമ്മളൊന്ന് പഠിച്ചാൽ അക്ഷരാഭ്യാസമില്ലാത്ത, ജ്ഞാനമില്ലാത്ത, ആമേൻ, വലിയ കഴിവോ പാണ്ഡിത്യമോ ഒന്നും പറയുവാനില്ലാത്ത 12 പേരെ കൊണ്ട് തുടങ്ങിയ ഈ മഹൽ പ്രസ്ഥാനം, ആമേൻ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് 120 പേരായിട്ട് മാറ്റപ്പെടുകയാണ്. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ കുത്തുകൾ കൊണ്ടവർ അന്ന് സഭയോട് ചേർന്നത് 3000 പേരാണ്. 12 120ആയി, 120 3000 പേരായി. അടുത്ത അധ്യായത്തിൽ വായിക്കുന്നത് അത് 5000 പേരായി. അടുത്ത അധ്യായത്തിൽ വായിക്കുന്നത് അത് 7000 പേരായി മാറ്റപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇത് വളരുന്ന പ്രസ്ഥാനമാണ്. ഇതിനെ തച്ചുടയ്ക്കാൻ ആർക്കും കഴിയില്ല. ഇന്ന് ലോകത്തിലെ കണക്കനുസരിച്ചാൽ ഏകദേശം 95 കോടിയിൽ പരം ആളുകൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം ചെയ്താട്ട്. കാരണം ഇത് മാനുഷികമല്ല, കാരണം ഇത് ദൈവികമാണ്. ഇത് ദൈവികമാണ്. ഇതിന് ഇത്ര വളർച്ച ഉണ്ടാകാൻ എന്താണ് കാരണം? ദൈവം തന്റെ സഭയെ സ്ഥാപിക്കുവാൻ വേണ്ടി, അവൻ തന്റെ സഭയെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി അവൻ ഒരു പത്രോസിനെ ഉപയോഗിച്ചു. പത്രോസിന്റെ കാര്യം ഞാൻ എടുത്തു പറയാനായിട്ട് ഒരു കാരണമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അവൻ ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ശിഷ്യന്മാർ പറഞ്ഞു, ചിലരങ്ങ് യോഹന്നാൻ സ്നാപകനാണെന്ന് പറയുന്നു, വേറെ ചിലരങ്ങ് ഏലിയാവാണെന്ന് പറയുന്നു, മറ്റു ചിലർ യിരെമ്യാവാണെന്ന് പറയുന്നു. യേശുവിന്റെ അടുത്ത ചോദ്യം, ആട്ടെ, പലരും പലതും പറയട്ടെ, പക്ഷെ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ആ ചോദ്യം കേട്ടപ്പോൾ പത്രോസ് എടുത്തു ചാടി ഇങ്ങനെയാണ് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ കാണുന്നു. ഉടനെ കർത്താവ് പറയുകയാണ്, പത്രോസേ, ഈ വ്യക്തത നിനക്ക് വെളിവാക്കിയത് അവൻ ജഡരക്തങ്ങളല്ല, ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിനക്ക് ഈ സത്യം വെളിപ്പെടുത്തിയത്. എന്താണ് കർത്താവിന്റെ ചിന്ത? അതുകൊണ്ട് പത്രോസേ, എനിക്ക് എന്റെ സഭയെ പണിയാൻ നിന്നെ പോലെ വെളിപ്പാടുള്ള ചിലരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് പത്രോസിനെ കൂടി, വെളിപ്പാടുള്ള ചിലരെ കൂടി കർത്താവ് ഇതിനു വേണ്ടി കൂട്ടുപിടിച്ച് അവൻ പത്രോസിനോട് പറയുന്നത്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതുകൊണ്ട് ഈ സുവിശേഷ സന്ദേശം, ആമേൻ, അല്ലെങ്കിൽ ഈ ദൈവിക സഭ, ഈ ക്രിസ്തീയ പ്രവർത്തനം ദൈവത്താൽ ആരംഭിച്ചതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒന്നുകൂടി സന്തോഷത്തോടെ, ആവേശത്തോടെ ഞാൻ പറയട്ടെ, ആമേൻ, ഇത് മാനുഷികമല്ല, ഇത് ദൈവികമാണ്. അതുകൊണ്ട് ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ആർക്കും കഴിയില്ല. സുവിശേഷം വളർന്നുകൊണ്ടേയിരിക്കും, ദൈവസഭ വളർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഭക്തനായ പി.വി. ആശാരി ഉപദേശി, അദ്ദേഹം പലപ്പോഴും സ്റ്റേജിൽ പാടിയിട്ടുള്ള ചില വിപ്ലവ ഗാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പാടിയിട്ടുള്ള ഒരു വിപ്ലവ ഗാനം ഇങ്ങനെയാണ്: അടിയുടെ മുന്നിൽ, വെടിയുടെ മുന്നിൽ അടിപതറിൽ ഈ സുവിശേഷം, അടിയുടെ മുന്നിൽ, വെടിയുടെ മുന്നിൽ അടിപതറിൽ ഈ സുവിശേഷം, അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടിയുയരും ഈ സുവിശേഷം, അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടി ഉയരും ഈ സുവിശേഷം. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇത് ഒരു ചരിത്ര സത്യമാണ്. ആമേൻ. രണ്ടാമതായി ഞാൻ പറയട്ടെ, ഇത് കെട്ടുകഥയല്ല, ഏതെങ്കിലും കടങ്കഥയല്ല, ഇത് ഏതെങ്കിലും അമ്മുമിക്കഥയല്ല. യെരൂശലേം യാത്രയിൽ പോയിട്ടുള്ളവർക്കറിയാം, ആമേൻ, ഇന്നും അവിടെ ചെന്നാൽ ഈ ചരിത്ര സത്യങ്ങൾ, ആമേൻ, ഉലകത്തിൽ നിലകൊള്ളുന്നതായി നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ കല്ലറ കാണാം, മൽക്കോസിന്റെ മാളിക മുറി കാണാം, യാക്കോബിന്റെ കിണർ കാണാം, ഇസ്രായേലിലെ ചരിത്ര സംഭവങ്ങൾ ധാരാളം കാണുവാൻ കഴിയും, ഈജിപ്ഷ്യൻ പിരമിഡുകൾ കാണാം. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് ചരിത്ര സത്യമാണ്.
ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പ്രിയ റോയ് സാർ കുടുംബമായി യെരുശലേം യാത്ര ചെയ്ത് അവിടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് അത് അനുഭവിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് യേശു പിടിക്കപ്പെട്ട ഗത്സമന തോട്ടം അവിടെ കാണാം. സ്വർഗാരോഹണം ചെയ്ത ഒലിവുമല കാണാം. യേശു സ്നാനമേറ്റ യോർദാൻ നദി കാണാം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പാദസ്പർശനമേറ്റ മണലാരണ്യങ്ങൾ ഇന്നും സാക്ഷ്യത്തിനായിട്ട് അവിടെയുണ്ട്. കാരണം ഇത് കെട്ടുകഥയല്ല, സുവിശേഷം ഒരു ചരിത്ര സംഭവമാണ്. അടുത്തത് സുവിശേഷം എന്ന് പറയുന്നത് ഇത് സാർവത്രികമാണ്. എല്ലായിടത്തും ഇത് ചെന്നെത്തി, എല്ലാവർക്കും ഇത് ആവശ്യമാണ്. അടുത്തത് സുവിശേഷം ദൈവകൃപ വെളിപ്പെടുത്തുന്നതാണ്. സുവിശേഷം എന്ന് പറയുന്നത് പ്രത്യാശ വെളിപ്പെടുത്തുന്നതാണ്. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഈ സുവിശേഷത്തിന്റെ വക്താവായി ഈ മുളവന കൺവെൻഷനിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ എന്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തതോർത്ത് ഇന്ന് രാത്രിയിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. തീർന്നില്ല, സുവിശേഷം ഫലം കായ്ക്കുന്നതാണ്. സുവിശേഷം ഫലം കായ്ക്കുന്നതാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, സുവിശേഷത്തിന്റെ ഫലമായിട്ട് സുവിശേഷം പ്രസംഗിച്ചാൽ എന്താണ് ഫലം? അത് സരസമായി ചിലർ ചോദിക്കാറുണ്ട്. ഹിന്ദിയും മലയാളം കൂടി കൂട്ടിച്ചേർത്ത് ചിലർ ചോദിക്കാറുണ്ട്, ക്യാ ഫലം? ഞങ്ങൾ പറയട്ടെ പ്രിയമുള്ളവരെ, സുവിശേഷം എന്ന് പറയുന്നത് ഇത് ഫലം കായ്ക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. എല്ലാവരും കവലകളിലും പട്ടണങ്ങളിലും വാദോരാതെ ശക്തമായി പ്രസംഗിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ, ഏതെങ്കിലും ഒരു മതമേലധ്യക്ഷന്മാരുടെ ഏതെങ്കിലും ഒരു പ്രസംഗം കേട്ട് ഉലകത്തിൽ ആരെങ്കിലും ആത്മഹത്യയിൽ നിന്ന് പിന്മാറി മാനസാന്തര ചരിത്രമുണ്ടോ? ഇല്ലവേ ഇല്ല. എന്നാൽ സുവിശേഷം പ്രസംഗിച്ചതിന്റെ ഫലമായി എത്രയെത്രയോ കഠോര പാപികൾ മാനസാന്തരപ്പെട്ട് അവരുടെ പാപ പ്രവൃത്തിയിൽ നിന്ന് യേശുവിനെ അംഗീകരിക്കാൻ ഇറങ്ങിത്തിരിച്ച 100 ചരിത്ര സംഭവങ്ങൾ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുണ്ട്. നിശ്ചയമായും പറയട്ടെ, ഈ സുവിശേഷം ഫലം കായ്ക്കുന്നത് തന്നെയാണ്. ഇന്ന് രാത്രിയിലും ഈ സുവിശേഷ സന്ദേശം ഏറ്റെടുത്താൽ നിങ്ങളുടെ ഉള്ളിൽ ഫലത്തെ പുറപ്പെടുവിച്ച് അനുഗ്രഹത്തോടെ മടക്കി അയക്കാൻ ഇന്ന് രാത്രി സർവശക്തനായ ദൈവത്തിന് കഴിയും. കാരണം ഇത് സുവിശേഷം ഫലം കായ്ക്കും. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ് സുവിശേഷം. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും നിരാശയോടോ വേദനയോടോ ഭാരത്തോടോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ഈ സുവിശേഷ സന്ദേശം കേൾക്കാൻ നിന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്താൽ, അത് ഏറ്റെടുക്കാൻ നിന്റെ സ്ഥാനം കൊടുത്താൽ, നീ അറിയാതെ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടും. ഈ സുവിശേഷ സന്ദേശം ചെന്നിട്ടുള്ള സകലയിടത്തും അനേകർ ജീവൻ പ്രാപിച്ച ചരിത്രങ്ങൾ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനായിട്ടുണ്ട്. സുവിശേഷം ഫലം കായ്ക്കുന്നതാണ്. അഥവാ സുവിശേഷം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. സുവിശേഷം ക്ലാസ്സിൽ ചെന്ന കുട്ടിയോട് അധ്യാപകൻ ഒരിക്കൽ പറഞ്ഞു, യു ആർ നോട്ട് ഫിറ്റ്. വിഷമ മനസ്സോടുകൂടി ഈ കുട്ടി പ്ലേ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ ചെന്നപ്പോൾ കൂട്ടുകാരും അവനെ നോക്കി പറഞ്ഞു, യു ആർ നോട്ട് ഫിറ്റ്. ഈ സംഭവം അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ അമ്മയോട് പറഞ്ഞു. കൂട്ടുകാരനെ കളിയാക്കി, എന്റെ അധ്യാപകൻ എന്നെ കളിയാക്കി. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവവിശ്വാസിയായ ആ മാതാവ് ആ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച്, കർത്താവേ, എന്റെ മകനെ ടീച്ചർ കളിയാക്കി, അവന്റെ കൂട്ടുകാർ കളിയാക്കി, ഇവനെ നീ ശക്തീകരിക്കണമേ, ഇവനെ നീ ബലപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ദൈവസേനയിൽ വാദോരാതെ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. എന്താ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? പിൽക്കാലത്ത് 200-ൽ പരം കണ്ടുപിടുത്തങ്ങളുടെ ഉടമയായി മാറിയ തോമസ് ആൽവിൻ എഡിസനായി ആ വ്യക്തിയെ ഉയർത്തിയത് സുവിശേഷമാണ്, അഥവാ ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് രാത്രി ഈ സുവിശേഷ സന്ദേശത്തിന് നിന്റെ ജീവിതത്തിന്റെ അതപ്പതിച്ച അവസ്ഥയെയും ഇന്ന് മാറ്റുവാൻ കഴിയും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് സുവിശേഷത്തിന് ചില യാഥാർത്ഥ്യങ്ങളാണ് പറഞ്ഞത്. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഈ സുവിശേഷമാണ് ഇന്ന് രാത്രിയിലും കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാത്രിയിലും ഒക്കെ നാം നമ്മുടെ കാതോർത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നാം വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് പറഞ്ഞു. തുടർന്ന് ഈ കൺവെൻഷൻ സംഘാടകർ എനിക്ക് അനുവദിച്ചിട്ടുള്ള ഒരു സമയമുണ്ട്. ആ സമയത്തോടു കൂടി എന്റെ പ്രസംഗത്തിന് വിരാമമിടാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയാം. ഈവൻ ആർ എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആരും അല്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയും.
മനസ്സിലാവുന്നു. ഒന്നുകൂടി പറയാം. ഇവൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആരും അല്ലെന്ന് ഇന്ന് രാത്രി ജനം തിരിച്ചറിയും. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മളൊക്കെ ഏതാണ്ട് ആണെന്ന്. നമ്മൾ ആരും അല്ലെന്ന് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ. എന്റെ സ്നേഹിത, ഇരിക്കുന്ന ഇരിപ്പിൽ ആ കസേരയിൽ നിന്ന് രാത്രി ഈ യോഗം ആശീർവാദം കഴിയുമ്പോൾ നിന്റെ ഭവനത്തിൽ ചെല്ലണമോ വേണ്ടയോ എന്ന്, നീ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നിനക്ക് അവകാശമില്ല. നിന്റെ ആയുസ്സിന്റെ കൂടെ ഇവൻ അനുവദിച്ചെങ്കിൽ മാത്രമേ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയൂ. അതുകൊണ്ട് എന്റെ കർത്താവിന് നന്ദിയോടെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം, ദൈവത്തെ സ്തുതിക്കണം, അകരങ്ങളെ തുറന്ന് ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മൾ ആരും അല്ലെന്ന് പഠിക്കണം. ഹല്ലേലൂയ. ലോകത്തിലെ ഏത് കമ്പനിയിൽ ജോലി ചെയ്യണമെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണം, എക്സ്പീരിയൻസ് വേണം. എന്നാൽ ആമേൻ ഹല്ലേലൂയ, നിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ സ്വീകരിക്കുന്ന ഒറ്റ സ്ഥലമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സന്നിധി മാത്രമാണ്. ഇന്ന് രാത്രി തുറന്നൊന്ന് സമ്മതിച്ചാൽ മതി. കർത്താവേ, ഞാൻ ആരുമല്ല, ഞാനോ കുറയണം, നീയോ എന്നിൽ വളരണം. ആമേൻ ഹല്ലേലൂയ. ഞാനോ കുറയണം, നീയോ എന്നിൽ വളരണം എന്ന് ഇന്ന് രാത്രി ഒന്ന് തീരുമാനിക്കാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ. ആമേൻ. ഞാൻ അയോഗ്യനാണ്, എനിക്കതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാമോ, വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ തന്നെ എല്ലാവരും ഒന്നും യോഗ്യന്മാരല്ല കേട്ടോ. അയോഗ്യന്മാരുടെ നീണ്ട ലിസ്റ്റ് വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്: അങ്ങയുടെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ശതാധിപൻ യേശുവിനോട് പറയുന്നുണ്ട്: അങ്ങ് എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. മുഴുവനായ പുത്രൻ മടങ്ങി വന്ന് തന്റെ ഭവനത്തിൽ വന്നപ്പോൾ പറയുകയാണ്: നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. എല്ലാവരും ഒന്ന് തുറന്ന് സമ്മതിക്കുക. അപ്പൊ എല്ലാവരും ഒന്ന് യോഗ്യന്മാരല്ല. നിന്റെ അയോഗ്യത. ഒരിക്കൽ ഒരു ദൈവദാസനോട് ഒരാൾ വന്ന് ചോദിച്ചു: പാസ്റ്റർ, ഞാൻ നിങ്ങളുടെ സഭയിൽ വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ സഭയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നു, അതിന് എന്താണ് എനിക്ക് യോഗ്യത വേണ്ടത്? ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു: ഇവിടെ വരാൻ നിങ്ങൾക്ക് വേണ്ട യോഗ്യത നിങ്ങളുടെ അയോഗ്യതയാണ്. ഹല്ലേലൂയ. നീ അയോഗ്യനാണെങ്കിൽ യോഗ്യതയുള്ളവനാക്കി മാറ്റുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രിയിലുണ്ട്. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതൊന്ന് സമ്മതിച്ചാൽ, ആള് മാറിയവനെ പോലെ, രൂപം മാറിയവനെ പോലെ, സ്ഥിതി മാറിയവനെ പോലെ ഇന്ന് രാത്രി അനുഗ്രഹത്തോടെ ദൈവം നിങ്ങളെ പറഞ്ഞയക്കും. ഇന്ന് രാത്രി ഞാനത് വിശ്വസിക്കുന്നു. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. നിന്റെ സ്ഥിതിയെ മാറ്റാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതിന് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ: സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ എന്നൊന്ന് പറഞ്ഞാൽ മതി. ഇവൻ ആര് എന്ന് ഞാനൊന്ന് പറയാൻ പോവുകയാണ്. വളരെ വേഗത്തിൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഒന്ന്, യേശു ജനനത്തിൽ ആരായിരുന്നു? ശ്രദ്ധയോടെ കേൾക്കണമേ. യേശു ജനനത്തിൽ ആരായിരുന്നു? ഞാൻ ജനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും ജനിച്ചിട്ടില്ല. ആമേൻ ഹല്ലേലൂയ. ആരെങ്കിലും ഉണ്ടോ? ഞാനിതാ ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉലകത്തിൽ ആരും ജനിച്ചിട്ടുള്ള ചരിത്രമില്ല. എന്നാൽ യേശു ജനിച്ച വിവരം ഈ ഉലകത്തോട് ആദ്യമായിട്ട് വിളിച്ചു പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത അധികാരം നിലനിർത്തുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരല്ല. അവൻ ഒരു തിരുമേനിയല്ല, ഒരു രാഷ്ട്രീയ നേതാവല്ല, മതമേലധ്യക്ഷന്മാരല്ല. മറിച്ച് യേശു ജനിക്കുന്ന വിവരം അവൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഞാൻ പറയട്ടെ, പ്രധാനമന്ത്രിയല്ല, മുഖ്യമന്ത്രിയല്ല, ഏതെങ്കിലും അവൻ ആദൈവങ്ങളല്ല. മറിച്ച് അവൻ ഈ സത്യം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ദൈവത്തിന്റെ മാലാകയാണ്. അതാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാ സന്തോഷം ഞാൻ ഇന്ന് നിങ്ങളോട് അറിയിക്കുന്നു. ലോകത്തിന്റെ രക്ഷകൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. അതേ ദൈവം ഈ മുഴുവനെയും രക്ഷിപ്പാൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സകലരും ഈ ലോകത്തിൽ ജനിക്കുന്നത് മനുഷ്യനായിട്ട് മാത്രമാണ്. എന്നാൽ ദൈവമായി ജനിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആമേൻ ഹല്ലേലൂയ. ഈ ലോകത്തിൽ അവൻ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവമായിരുന്നു, ദൈവമായിരിക്കുമ്പോൾ തന്നെ അവൻ മനുഷ്യനായിരുന്നു. കാരണം മാനുഷികമായ പല സ്വഭാവങ്ങളും അവനുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടി ആ പദം എടുത്തു പറയാം. അവൻ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ ആരായിരുന്നു? ദൈവമായിരുന്നു. ആരാധിക്കാൻ 10 പേരുണ്ടെങ്കിൽ ആർക്കും ദൈവമാകാം. ചില വർഷങ്ങൾക്ക് മുൻപ് സ്പോർട്സ് പേജിൽ, മലയാള മനോരമയുടെ സ്പോർട്സ് പേജിൽ വന്ന ഒരു വാർത്ത ഈ പ്രകാരമാണ്: സച്ചിൻ ഈസ് അവർ ഗോഡ്, ക്രിക്കറ്റ് ഈസ് അവർ റിലീജിയൻ. സച്ചിൻ ഞങ്ങളുടെ ദൈവമാണ്, ക്രിക്കറ്റ് ഞങ്ങളുടെ മതമാണ്. ഞാൻ പറയട്ടെ പ്രിയരെ, ആരാധിക്കാൻ
ആരാധിക്കാൻ 10 പേരുണ്ടെങ്കിൽ ആർക്കും ദൈവമാകാം. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശു ആരാധിക്കാൻ ആയിരങ്ങൾ ഉള്ളതുകൊണ്ട് അവൻ ദൈവമായതല്ല. ലോകത്തിന്റെ രക്ഷകനായി ഉലകത്തിൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അവൻ മാത്രം ദൈവം. അവനല്ലാതെ ഒരു ദൈവം ഇവിടെ ഇല്ല. അതുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ അവൻ ആ ദൈവത്തിന്റെ അടുക്കലേക്ക് ആവേശത്തോടെ ഓടിക്കൂടി. അതേ പുസ്തകം ചോദിക്കുന്നു, ഈവൻ ഇനിയും ഇവിടെ ദൈവമില്ല, യേശുവില്ല, കർത്താവില്ല എന്ന് പറയുന്നവരൊക്കെ ഞങ്ങൾ ഇന്ന് രാത്രി ഇതൊക്കെ പറയുമ്പോൾ ആവേശത്തോടെയാണ് പറയുന്നത്. ദൈവമില്ലെന്ന് പറഞ്ഞവർ, ദേവനില്ലെന്ന് പറഞ്ഞവർ, കർത്താവില്ലെന്ന് പറഞ്ഞവർ, യേശുവില്ലെന്ന് പറഞ്ഞവർ, ഞങ്ങൾ ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ ദൈവമില്ലെന്ന് പറഞ്ഞ സകല ആളുകളും അവസാന ശ്വാസം വിടുന്നതിന് മുൻപ് ദൈവമേ എന്ന് വിളിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള എന്റെ സ്നേഹിത, ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഇവിടെ ദൈവമില്ലെന്ന് പറഞ്ഞ സകലരും ഒരിക്കൽ വിളിച്ചു പറയും, ആകാശത്തിന്റെ ഈ ഭൂമിക്ക് മുകളിൽ യേശു അല്ലാതെ വേറെ ഒരു ദൈവമില്ല എന്ന് പറയുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നാം അതിനോട് ചേർന്ന് ഹല്ലേലൂയ, നാം അതിനോട് ചേർന്ന് വായിച്ച മറ്റൊരു ഭാഗം ഇങ്ങനെയാണ്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചാകട്ടോ ഞാൻ ഈ പറയുന്നത്. അതിനു മുൻപ് ഞാൻ അല്പം കൂടി ഒന്നുകൂടി പറയാം. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ വംശാവലി രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെ ജനിപ്പിച്ചു. വീണ്ടും മുൻപോട്ട് പോയാൽ ശലോമോൻ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് ഒബേദിനെ ജനിപ്പിച്ചു, ഒബേദ് ഇസായിയെ ജനിപ്പിച്ചു, ഇസായി ദാവീദിനെ ജനിപ്പിച്ചു, ദാവീദ് ശലോമോനെ ജനിപ്പിച്ചു. വീണ്ടും അല്പം കൂടി മുൻപോട്ട് പോയാൽ അവൻ എലിയാസർ മദ്ദാനെ ജനിപ്പിച്ചു, മദ്ദാൻ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് യേശു ജനിച്ചു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ട്, അവളിൽ നിന്ന് യേശു ജനിപ്പിച്ചതല്ല, ആരും യേശുവിനെ ജനിപ്പിച്ചതല്ല, അവളിൽ നിന്ന് യേശു ജനിച്ചു. ഹല്ലേലൂയ. ഇപ്പൊ ഓരോരുത്തർക്കും അവരവരുടേതായ കുഞ്ഞുങ്ങളുടെ പുത്രത്വം തെളിയിക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇന്നാരിയെ ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ യേശുവിനെ ജനിപ്പിച്ചെന്ന് പറയാൻ ഇവിടെ ആരുമില്ല. ഞാൻ ബാംഗ്ലൂർ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ അരികിൽ വിളിച്ചാൽ എനിക്ക് ധൈര്യപൂർവ്വം പറയും ഇതെന്റെ കുഞ്ഞുങ്ങളാണ്. കാരണം എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്റെ രക്തത്തിൽ നിന്ന് രക്തവുമായി എന്റെ സ്വന്തം കുഞ്ഞുങ്ങളാണെന്ന് എനിക്ക് ധൈര്യത്തോടെ അധികാരത്തോടെ പറയാനായിട്ട് കഴിയും. പക്ഷെ യേശു ജനിച്ചതല്ലേ, യേശുവിനെ ആരും ജനിപ്പിച്ചതല്ലോ. ആര് ഈ മഹാദൗത്യം ഏറ്റെടുക്കും? ആർക്കിത് പറയാൻ കഴിയും? എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ, പറഞ്ഞു കഴിയുമ്പോൾ ഒരു സ്തോത്രം പറയണം കേട്ടോ. ഞാനിവിടെ ആരെയും പറഞ്ഞ് സ്തോത്രം പറയിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്താൽ അറിഞ്ഞു ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. ഒരു കാര്യം കൂടി പറയാം, ഇവിടെ ഇനി സ്തോത്രം പറയാം. എത്ര നാൾ ഇനി ഇവിടെ സുവിശേഷ യോഗം നടക്കുമെന്ന് എനിക്കറിയില്ല, എത്ര നാൾ സ്തോത്രം പറയാൻ അറിയുമെന്നറിയില്ല, എത്ര നാള് ഇങ്ങനെയൊക്കെ കൺവെൻഷൻ നടക്കുമെന്നറിയില്ല. കാലമെല്ലാം തീരാറായി, നമ്മുടെ കർത്താവ് വരാനായി, സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യമൊക്കെ ഒരുപക്ഷെ അടയും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ലഭിച്ച സമയം തക്കത്തിൽ ഉപയോഗിച്ച് കർത്താവിന് നന്ദി പറയണം. ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ. പക്ഷേ യേശുവിന്റെ ഇവിടെ ഇരിക്കുന്ന അനുഗ്രഹീതരായ കർത്തദാസന്മാരോട്, ഇവർക്കെല്ലാം കുഞ്ഞുങ്ങളുണ്ട്, അവരെല്ലാം അവരുടെ കുഞ്ഞുങ്ങളുടെ ജന്മാവകാശം തെളിയിക്കുമ്പോൾ യേശുവിന്റെ ജന്മാവകാശം തെളിയിക്കാൻ ഇവിടെ ആരുമില്ല. എന്നാൽ നിങ്ങൾ ചിന്തിക്കണമേ, ഗലീലയിൽ നിന്ന് യോർദാന്റെ ഒഴുക്കിനുള്ളിൽ 60 മൈൽ നടന്നു വന്ന് യോഹന്നാൻ സ്നാപകന്റെ കൈക്ക് സ്നാനമേൽക്കുമ്പോൾ ഈ മഹാദൗത്യം സ്വർഗം ഏറ്റെടുത്ത് വിളിച്ചു പറയുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഒരു മഹാദൗത്യം ചെയ്തപ്പോൾ സ്വർഗം എന്റെ യേശുവിന്റെ പുത്രത്വം തെളിയിക്കുകയാണ്. ഇവൻ യോസഫിന്റെ മകനല്ല, മറിയയുടെ മകനല്ല, ഇവൻ എന്റെ പ്രിയപുത്രനാണ്. കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം ചെയ്യാമോ? ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ. വായിച്ച വാക്യം അടുത്ത വീണ്ടും മുമ്പോട്ട് പോകണോ? സമയം വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകുന്നു. നാം വായിച്ചത് ഇങ്ങനെയാണ്, അവന് അത്ഭുത മന്ത്രി,
വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ആമേൻ. ഇവിടെ ഒരുപാട് മന്ത്രിമാരുണ്ട്. ലോകത്തിൽ ഒത്തിരി മന്ത്രിമാരുണ്ട്. പ്രധാനമന്ത്രി, ആമേൻ, കേന്ദ്രമന്ത്രി, ആഭ്യന്തര മന്ത്രി, ആമേൻ, ധനകാര്യ വകുപ്പ് ചെയ്യുന്ന മന്ത്രി, മുഖ്യമന്ത്രി എന്ന് വേണ്ട, ടൂറിസം മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, എന്തിനേറെ പറയണം, കറണ്ട് മന്ത്രി. ഇവിടെ ഒത്തിരി മന്ത്രിമാരുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ഈ പറയപ്പെട്ട സകല മന്ത്രിമാരും മന്ത്രിമാരായി ജനിച്ചതല്ല, മനുഷ്യനായി ജനിച്ചതിന് ശേഷം പിന്നീട് അവരെല്ലാം മന്ത്രിമാരായതാ. എന്നാൽ ഉലക ചരിത്രത്തിൽ ജനിച്ചപ്പോൾ തന്നെ അത്ഭുത മന്ത്രി എന്ന വിശേഷിക്കപ്പെട്ട നാമമുള്ള ഒരുവരെ ഉലകത്തിൽ ജനിച്ചിട്ടുള്ളൂ. അതെന്റെ കർത്താവാണെന്ന് പറയുന്നതിൽ എനിക്ക് എത്ര ആവേശമാണ്. അത് കേൾക്കുന്ന നിങ്ങൾക്ക് എത്ര ആവേശമാണ്. ഇന്ന് രാത്രി ആ കർത്താവ് ആമേൻ നന്ദി കരേറ്റാം. ഹല്ലേലൂയ. ആമേൻ. അത്ഭുത മന്ത്രിയായി ആമേൻ കർത്താവ് ജനിക്കുകയാണ്. ആമേൻ. കർത്താവിന് സ്തോത്രം. അടുത്ത പേര് പറയുന്നത് വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. ശ്രദ്ധിക്കണം, ഇവിടെ ഞാൻ ഈ പറയുന്നതെല്ലാം ഈവൻ ഞാൻ യേശുവിന്റെ ജനനത്തെ കുറിച്ചാണ് പറഞ്ഞത്. എനിക്കിനിയും കർത്താവിന്റെ മടങ്ങി വരവ് വരെ പറയാനുള്ള ആവേശത്തിൽ നിൽക്കുക. അവൻ എന്തുമാത്രം സമയം അനുവദിക്കപ്പെടുമെന്ന് എനിക്കറിയില്ല. വളരെ വേഗത്തിൽ മുൻപോട്ട് പോകാം. ആരെങ്കിലും ഈ ഭൂമിയിൽ ജനിച്ചാൽ, സാധാരണ ആളുകളുടെ എല്ലാവരുടെ ഒരു ചോദ്യമുണ്ട്. ആരെങ്കിലും ഈ ഭൂമിയിലേക്ക് ജനിച്ചാൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, സുഖപ്രസവമായിരുന്നോ, സർജറി വല്ലതും ആയിരുന്നോ, സിസേറിയൻ വല്ലതും ആയിരുന്നോ? ഏതെങ്കിലും ഒരു ഉത്തരം കിട്ടും. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കുട്ടി ആണാണോ പെണ്ണാണോ? അല്ലാതെ ഇപ്പൊ ജനിച്ച കുഞ്ഞ് തുണി എടുത്തുകൊണ്ട് കിടക്കുകയാണോ എന്നൊന്നും ആരും ചോദിക്കാറില്ല. അവർക്ക് ഈ 2-3 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അവൻ കുഞ്ഞ് ആണാണോ പെണ്ണാണോ? തമിഴ്നാട്ടിൽ ഒരു ഊരിൽ ഒരു കുളന്ത ജനിച്ചാൽ, അവരുടെ ക്രൈസ്തവരുടെ ഇടയിൽ ഒരു ആൺകുട്ടിയാണ് തമിഴ്നാട്ടിൽ ഊരിൽ ഒരു കുളന്ത ജനിച്ചാൽ, ഒരു ആൺകുളന്തയാണ് ജനിച്ചതെങ്കിൽ തമിഴിലെ ക്രൈസ്തവര് അവർ പറയും, കർത്തരുടെ നാമം മഹിമപ്പെടുവതാണ്. ആ ഊരിലെ ജനിച്ചത് ഒരു പെൺകുളന്തയാണെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നത് കർത്തരുടെ സിദ്ധം. നാമതേ ക്രിസ്ത്യാനികളും അതിനകത്ത് അല്പം പോലും പുറമോട്ടല്ല. നമ്മൾ തമിഴിലല്ലെന്നേ ഉള്ളൂ, മലയാളത്തിൽ പ്രാർത്ഥിക്കും. വീട്ടിൽ ജനിച്ച കുഞ്ഞ് ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? ദൈവമേ ആമേൻ, നിന്റെ രാജ്യം വരേണമേ. വീട്ടിൽ ജനിച്ച കുഞ്ഞ് പെൺകുട്ടിയാണെങ്കിലും സത്യക്രിസ്ത്യാനി പ്രാർത്ഥിക്കും, നിന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ. എന്തെങ്കിലും ആകട്ടെ, ജനിച്ച കുഞ്ഞാണായാലും പെണ്ണായാലും മക്കൾ യഹോവ നൽകുന്ന ദാനമാണ്. അതും മേടിച്ച് സന്തോഷത്തോടെ ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഇന്ന് രാത്രി ദൈവം സഹായിക്കട്ടെ. ഇവിടെ ഒരു ശിശു ജനിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു കുട്ടി ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ അവന് ഒരു പണക്കാരനാണെങ്കിൽ ജനിപ്പാൻ ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. അത് പാവപ്പെട്ടവനാണെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വരാന്തയെങ്കിലും കിട്ടും. കടത്തിണ്ണയിൽ പ്രസവിച്ചിട്ടുള്ളവരുണ്ട്. ട്രെയിനിനകത്തും ഓട്ടോയ്ക്കകത്തും ഫ്ലൈറ്റിനകത്തും വഴിയരികിലും ആമേനൊക്കെ പ്രസവിച്ചിട്ടുള്ള ആമേൻ ചരിത്ര സംഭവങ്ങൾ നമുക്കറിയാം. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു ഈ ഉലകത്തിലേക്ക് ജനിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർക്ക് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മറ്റു പലർക്കും അവിടെ എന്തോ ഉണ്ട്, സ്ഥലമുണ്ട്. നാം പിടിച്ചു പറിക്കാരനും ദുർനടപ്പുകാരനും അവൻ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ ഏർപ്പെട്ടു നിൽക്കുന്ന സകല ആളുകളും, സകല കൂത്തുകാഴ്ച നടക്കുന്ന സകല ആളുകൾക്കും വഴിയമ്പലത്തിൽ സ്ഥലമുണ്ട്. എന്നാൽ അവർക്ക് സ്ഥലമില്ലായകയാൽ, അവൻ എന്താ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, അവർക്ക് സ്ഥലമില്ലായകയാൽ, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ ഒരു പശുത്തൊട്ടിയിൽ കിടത്തി. യേശു ജനിച്ചത് എവിടെയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിലും അവിടെ പറയുന്ന വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ അവനെ വഴിയമ്പലത്തിൽ കിടത്തി. നിങ്ങൾ എന്റെ കൂടെ പോരണമേ. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. പശുത്തൊട്ടിയിൽ കിടക്കുന്ന കർത്താവിനെ കാണാൻ അവൻ വിദ്വാൻമാർ ചെല്ലുന്നു, ആട്ടിടയന്മാർ ചെല്ലുന്നു. ഹേരോദാവിൻ ചോദിക്കുന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ? നിങ്ങൾ പോയി അവനെ കണ്ട് നമസ്കരിച്ച് എന്നോടും വന്ന് അറിയിക്ക്, എനിക്കും അവിടേക്ക് പോകണം. പലരും അവിടേക്ക് ഓടിച്ചെല്ലുന്നു. നൂറുകണക്കിന് ആളുകൾ അവൻ ലോകത്തിന്റെ രക്ഷകനായി ജനിച്ച ഉണ്ണീശോയെ കാണാൻ വേണ്ടി ചെല്ലുന്നു. അക്കൂട്ടത്തിൽ എന്റെ ചിന്തയിൽ കേരളത്തിൽ നിന്നൊരു കവി അവിടെ ചെന്നു. കേരളത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഒരു ഭക്തനായ കവി അവിടെ ചെന്ന് അവൻ കീറ്റുശീലയിൽ കിടക്കുന്ന ആ യേശുവിനെ കണ്ടുകൊണ്ട്, ആ ശിശുവിനെ കണ്ടുകൊണ്ട് ആ ഭക്തനായ കവി ഇങ്ങനെയാണ് പറഞ്ഞത്, അട്ടിടയ കൂട്ടമായി വന്ന നേരം
കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ ഇഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനേ ശ്രീ നരപതിയേ സിയോ മണവാളനേ. സ്തോത്രം. ഇന്നുള്ള ക്രിസ്മസുകാർ പാടുന്ന പോലെ ഒന്നും അല്ല പാടിയ കേട്ടോ. അവരങ്ങോട്ട് ചെന്നിട്ട് ഉണ്ണിയെ ഭേദനിൽ ജാതൻ എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ കേട്ടതുപോലെ അവൻ ഇവിടെ അവൻ കേൾക്കുന്നത് പോലെ മറ്റുള്ളവർ പറയുന്ന പോലെ ട്രെൻഡിന്റെ താളലയങ്ങളോടെ അവൻ എല്ലാവരും ഇങ്ങനെ കുടിച്ചു കൂസാടി കൂത്താടി ഒന്നുമല്ല യേശുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. ആ ഭക്തൻ പറയുകയാണ്, ആട്ടിടയർ കൂട്ടമായി വന്ന നേരം ഈ കീറ്റുശീലയിൽ കിടക്കുന്ന ഉണ്ണി യേശുവേ അങ്ങേ കണ്ട് ഞാൻ നമിക്കുന്നേ. ആരാണ് ഈ കിടക്കുന്നറിയാമോ? ലോകത്തിന്റെ രക്ഷകൻ. നമ്മൾ വായിച്ച വാക്യം ഇതാണ്, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഈവൻ എന്റെ യേശു ജനനത്തിൽ ആരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അല്പം കൂടി മുൻപോട്ട് പോകട്ടെ. എന്റെ യേശു ജീവിതത്തിൽ ആരായിരുന്നു? ആമേൻ. കർത്താവിന് സ്തോത്രം. ജനനത്തിലും ജീവിതത്തിലും എടുത്തു പറയത്തക്ക ധാരാളം പ്രത്യേകതകൾ നമുക്ക് ദൈവസ്ഥലിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആമേൻ. യേശുവിന്റെ ഇഹലോക വാസം എന്ന് പറയുന്നത് 33 തിരുവയസ്സ് വരെ ആയിരുന്നു. ആമേൻ. 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനെ പോലെ ജീവിച്ചു. അപ്പോൾ തന്നെ ദൈവമായിരുന്നു. കാരണം മനുഷ്യനായി ജീവിച്ചു എന്ന് പറയുന്നതിന്റെ പ്രത്യേകത, അവൻ മനുഷ്യനെ പോലെ അവന് ദാഹിച്ചു, അവന് വിശന്നു, അവൻ കരഞ്ഞു, അവൻ നടന്നു, അവൻ ക്ഷീണിച്ചു. ഇതെല്ലാം മനുഷ്യന്റെ പ്രത്യേകതകളാണ്. ഇതെല്ലാം സമ്പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ സമ്പൂർണ്ണ മനുഷ്യനായ ദൈവത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ദൈവം എങ്ങനെ ഇരിക്കും, ഈ ദൈവം ആരാ എന്നാണ് പലരുടെയും ചോദ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് ശരീരമുണ്ടോ? ദൈവത്തിന് കൈകാലുകളുണ്ടോ? ദൈവത്തിന് മൂക്കുണ്ടോ? ദൈവത്തെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഏതാണ്ടൊക്കെ ഒരു ക്രിസ്മസ് ഫാദറിനെ പോലെ ഇരിക്കുന്നവനാണോ ദൈവം? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുവകോമളനെ പോലെ ഇരിക്കുന്നവനാണോ ദൈവം? ഏതെങ്കിലും വയോധികനായ പിഞ്ചു ശിശുവിനെ പോലെ ഇരിക്കുന്നവനാണോ ദൈവം? ആമേൻ. ഇതെല്ലാം മനുഷ്യന്റെ സംശയങ്ങളാണ്. ലോകത്തിന്റെ ആരംഭം മുതൽ തന്നെ മനുഷ്യൻ കുതിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്റെ വ്യഗ്രതയാണ്. ഈ ദൈവത്തെ ഒന്ന് കണ്ടെത്തണം. ദൈവം ആരെ പോലെ ഇരിക്കുന്നു? ദൈവം എങ്ങനെ ഇരിക്കുന്നു? കൊച്ചിൻ കലാഭവന്റെ സ്ഥാപകനായിരുന്ന ആബേലച്ചനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആബേലച്ചൻ ഒരിക്കൽ താൻ എഴുതി എല്ലാ പാട്ടും പാടാൻ സമയമില്ല, ഇനി അങ്ങനെ പാടിയാൽ തന്നെ ഒരു പക്ഷേ കാട്ടും പാട്ടും എല്ലാം കൂടെ വന്ന് നിങ്ങൾ കഥാപ്രസംഗമാണെന്നൊക്കെ പറയും. കർത്താവ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടി പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. ഞാൻ വലിയ പാട്ടൊന്നുമല്ല, അനുഗ്രഹീതനായ ഗായക സംഘം, അനുഗ്രഹീതനായ ഗായകരാണ് എൻ്റെ പിന്നിലിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞത് ദൈവം എങ്ങനെ ഇരിക്കുന്നു? ആബേലച്ചൻ പറയുന്നത് ഇങ്ങനെയാണ്, പാടുന്നില്ല. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ താണ്ടി ഞാൻ നടന്നു. അവസാനം ആബേലച്ചൻ പറയുന്നു, അവിടെയുമില്ല ഈശ്വരൻ, ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി, എന്റെ ഹൃദയത്തിലാണ് ഈശ്വരന്റെ സാന്നിധ്യം, എന്റെ ഹൃദയത്തിനകത്താണ് ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് അദ്ദേഹം പറയുന്നു. സമയമില്ലല്ലോ, വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. അനേക ഭക്തന്മാർ ഈ ദൈവം എവിടെ ഇരിക്കുന്നു, ഈ ദൈവത്തെ ഒന്ന് കാണാൻ എല്ലാവരും ആഗ്രഹിച്ചു. ആ കൂട്ടത്തിൽ പഴയ നിയമ ഭക്തന്മാരിൽ മോശ, ഹാനോക്ക്, ഏലിയാവ് തുടങ്ങിയ സകലരും അക്കാര്യത്തിൽ പെടുകയാണ്. മോശ ദൈവത്തെ നേരിട്ട് കാണുവാൻ ഒരിക്കൽ ദൈവസന്നിധിയിൽ ചെന്നു. നമുക്കതിന് ഒരു വേദഭാഗം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 20-ാമത്തെ വാക്യം. പുറപ്പാട്. നിനക്കെന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന് അവൻ കൽപ്പിച്ചു. പുറപ്പാട് പുസ്തകം 33:20 വായിച്ചിട്ടുണ്ടോ? നിനക്ക് എന്നെ കാണുവാൻ കഴിയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ടാൽ എന്തില്ല, ജീവനോടെ ഇരിക്കയില്ല. അതെന്താ എങ്ങനെ പറയാൻ കാരണം? അപ്പൊ ദൈവത്തെ കണ്ടാൽ ആർക്കും ജീവനോടെ ഇരിക്കാൻ പറ്റില്ലേ? പറയാം, ശ്രദ്ധിച്ചു കേൾക്കണമേ. ഒരിക്കൽ മോശ കണ്ടത് അതുകൊണ്ട് തന്നെ മോശ ദൈവത്തെ കണ്ടത് ദൈവത്തിന്റെ പിൻവശമാണ്. ദൈവം മോശയോട് പറയുകയാണ്, ഒരുത്തിനും എന്റെ പേരെ നിൽക്കാൻ കഴിയില്ല, നിനക്കെന്നെ കാണാൻ കഴിയില്ല. പിന്നെ മോശ എന്താ കണ്ടത്? ദൈവത്തിന്റെ സാന്നിധ്യമാണ് മോശ അനുഭവിച്ചത്. പത്മോസിന്റെ ഏകാന്തയിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്, വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലുള്ളവൻ, ഉലയിൽ ചുട്ടുപടിപ്പിച്ച കാലിന് സദൃശ്യമായവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ.
ദൈവം അത്ര പ്രകാശപൂരിതമാണ് ദൈവം എന്ന് പറയുന്നത്. അവൻ ആ ദൈവത്തെ കാണുവാൻ പഴയ ഭക്തന്മാർ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, അവൻ വന്നവനും വരുന്നവനും വരുവാനിരിക്കുന്നവനും താൻ മാത്രം അമർത്യതയുള്ളവനും തീരുന്നില്ല. അടുത്ത പദം ശ്രദ്ധിക്കണമേ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അവനാണ് ദൈവം. മോശ ഒരിക്കൽ ഈ ദൈവത്തെ കാണാൻ വേണ്ടി ഹോരേബ് പർവ്വതത്തിൽ ചെന്നുമ്പോൾ അവൻ ദൈവത്തിൽ നടിച്ച ഒരുപക്ഷെ പ്രകാശത്തിന്റെ ഫലമായി ആ മുൾപ്പടർപ്പ് വേഗത്തിൽ കത്തുകയാണ്. അത്ര പ്രകാശ വലയം, അത്ര തേജസ്സാണ് ദൈവത്തിൽ അങ്കുരിക്കപ്പെട്ടത്. ഇത്ര തേജോമയനായ ദൈവം, ഇത്ര പ്രകാശപൂരിതനായ ദൈവം, ഇത്ര നീതി സൂര്യനായ ദൈവം ഈ ഭൂമിയിലേക്ക് നേരിട്ട് അവതരിച്ചാൽ അവന്റെ മുമ്പിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല. തെളിയിക്കാം, മുൻപോട്ട് ഞാൻ വരുന്നുണ്ട്, ശ്രദ്ധയോടെ കേൾക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഈ സൂര്യനും നീതി സൂര്യനും, അത് ഞാൻ ഒന്ന് പറയട്ടെ. എന്താ സൂര്യൻ എന്ന് പറഞ്ഞാൽ? ഞാൻ പറയാം. സൂര്യൻ എന്ന് പറഞ്ഞാൽ 9 ഗ്രഹങ്ങളിൽ ഒന്നാണ് സൂര്യൻ. എന്നാൽ നീതി സൂര്യൻ എന്ന് പറഞ്ഞാൽ 9 ഗ്രഹങ്ങളെയും സൃഷ്ടിച്ചവന്റെ പേരാണ് നീതി സൂര്യൻ എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സൂര്യനെ കുറിച്ചൊന്ന് പഠിക്കണേ. ഇന്നത്തെ പത്രം ഞാൻ വേഗത്തിൽ ഒന്ന് വായിച്ചപ്പോൾ തെന്മലയ്ക്കടുത്ത് വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു സഹോദരി സൂര്യതാപമേറ്റ് കഴുത്തിന് പൊള്ളലേറ്റ് പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. എന്ത് സംഭവിച്ചു? സൂര്യതാപമേറ്റു. നമുക്കത് ഏറ്റില്ല. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് വിജയലക്ഷ്മിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സൂക്ഷിച്ചതിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ആമേൻ. സൂര്യതാപം ആമേൻ ഏൽക്കുന്നു. എന്താണ് സൂര്യന്റെ താപം എന്ന് പറഞ്ഞാൽ? നമ്മൾ അതിനെ കുറിച്ചൊന്ന് പഠിച്ചാൽ 9,30,00,000 മൈലുകൾക്കുയരെയാണ് ഈ ഭൂമിയിൽ നിന്ന് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. സൂര്യന്റെ അകത്ത് ഹീലിയം എന്ന് പറയുന്ന വാതകം സദാസമയത്തും കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് ഈ ഭൂമിക്ക് മുകളിൽ പതിച്ചാൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ജീവിച്ചിരിക്കാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിന്റെ കരുത് നോക്കണമേ, ദൈവത്തിന്റെ സഹായം നോക്കണമേ, ദൈവത്തിന്റെ സ്നേഹം നോക്കണമേ. സൂര്യനിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വരുന്ന അൾട്രാവയലറ്റ് രശ്മികൾ ഈ ഭൂമിക്ക് മുകളിൽ നേരിട്ട് പതിച്ചാൽ ഭൂമിയിലെ മനുഷ്യനെന്നല്ല, ഭൂമിയിലെ മൃഗങ്ങൾക്കോ സസ്യലതാദികൾക്കോ ഭൂമിയിലെ ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ കഴിയുന്നില്ല. പിന്നെ നമ്മൾ ജീവിക്കുന്നതോ? ഇത് നേരിട്ടല്ലേ അടിക്കുന്നത്? പറയട്ടെ, അവന് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ഉണ്ട്. എന്നെക്കാൾ വിദ്യാഭ്യാസമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. അവരുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലെന്ന് ഞാൻ പറയാം. എങ്കിലും ഒരു ചരിത്ര സംഭവം പറയുന്നത് നിങ്ങളുടെ സ്തോത്രം പറയാനാ, ഈ ദൈവത്തെ ഒന്ന് സ്തുതിക്കാതെ കേട്ടോ. എന്നാൽ ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ നിന്ന് സൂര്യൻ ചൂട് നേരിട്ട് ഈ ഭൂമിയിലേക്ക് അടിക്കാതിരിക്കാൻ, ഈ അൾട്രാവയലറ്റ് രശ്മികൾ ഈ ഭൂമിക്ക് മുകളിൽ നേരിട്ടടിക്കാതിരിക്കാൻ ഈ ഭൂമിയിൽ നിന്ന് 10 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ അതിനൊരു പ്രത്യേക ഉണ്ടാക്കി ഓസോൻ പാളികൾ നിർമ്മിച്ച് അവിടേക്ക് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ അവിടെ വെച്ച് ആഗിരണം ചെയ്ത് ഈ ഭൂമിയിലേക്ക് അയക്കുന്ന മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ സൂര്യന്റെ താപത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തെ ഇന്ന് രാത്രി നമ്മൾ എത്രമാത്രം സ്തുതിച്ചാൽ പറ്റും. ആമേൻ. ദൈവത്തിന്റെ നാമത്തിനു മഹത്വം. ഹല്ലേലൂയ. അങ്ങനെ ചന്ദ്രൻ, അങ്ങനെ നക്ഷത്രം, ഇതൊക്കെ പറയുമ്പോൾ ആമേൻ ദൈവത്തിന് നമ്മൾ സ്തോത്രം ചെയ്യണം. ദൈവത്തിന്റെ സ്നേഹം ഓർക്കണം, ദൈവത്തിന്റെ കരുതൽ ഓർക്കണം. ചന്ദ്രൻ ആമേൻ നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയരത്തിലേക്ക് നോക്കുമ്പോൾ ആമേൻ മിന്നി മിന്നി പ്രകാശിക്കും. കൊച്ചു കുട്ടികൾ പണ്ട് പാടുമായിരുന്നു, മിന്നി മിന്നി പ്രകാശിക്കും കൊച്ചു നക്ഷത്രമേ നിന്നുടെ അഴകത്രയോ ഞാനൊന്ന് വർണ്ണിച്ചോട്ടെ. ആമേൻ. നമ്മൾ ഇവിടെ നിന്ന് മേപ്പോട്ട് നോക്കുമ്പോൾ മിന്നി മിന്നി പ്രകാശിക്കുന്ന ആന്റെ ഈ കിടക്കുന്ന ലൈറ്റുകൾ പോലെ മിന്നി മിന്നി പ്രകാശിക്കുന്ന കൊച്ചു നക്ഷത്രത്തെ പോലെയാണ് നമ്മുടെ ചിന്ത. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ പ്രിയരെ. ആമേൻ. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും തലയ്ക്ക് മീതെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് പഠിക്കണം. ആമേൻ. സൗരയൂഥം, മിൽക്കി വേ, ഗാലക്സി, ഇതെല്ലാം വേർതിരിച്ചു പഠിച്ചാൽ ഇതിന്റെ വ്യാസത്തെ പറ്റി ഇതിന്റെ പ്രവർത്തനത്തെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. പക്ഷേ കൊച്ചു കുഞ്ഞിന്റെ കണ്ണിൽ പറയുകയാണ്, മിന്നി മിന്നി പ്രകാശിക്കുന്ന കൊച്ചു നക്ഷത്രമേ, നിങ്ങൾക്കറിയാമോ ആമേൻ ഒരു നക്ഷത്രത്തിന്റെ ഉൾഭാഗം പൊള്ളയായി സങ്കല്പിച്ചാൽ ഈ ഭൂമിയെ പോലെയുള്ള 10,000-കണക്കിന് ഭൂഗോളങ്ങളെ ഉള്ളടക്കം ചെയ്യത്തക്ക കഴിവുള്ള നക്ഷത്രങ്ങൾ എന്റെയും നിങ്ങളെയും തലയ്ക്ക് മീതെ ഉണ്ടെന്ന് പഠിക്ക്. 2 നക്ഷത്രങ്ങൾ പരസ്പരം ഒന്ന് കൂട്ടിമുട്ടി ഒരു നക്ഷത്രത്തിന്റെ 1/4 ഭാഗം ഈ ഭൂമിക്ക് മുകളിൽ പൊടിച്ചാൽ എണ്ണയിൽ ചുറ്റെടുത്ത് ഒരു പപ്പടം പൊടിയുന്നത് പോലെ ഈ ഭൂമി പൊടിഞ്ഞു പോകും. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കാതെ അതിനെ എല്ലാം അതാത് സ്ഥാനത്ത് നിർത്തി വർഷങ്ങളായി ഇന്നും പ്രകാശം തരുന്ന, അവൻ ഇന്നും ശ്വസിക്കാൻ വായു തരുന്ന, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സർവശക്തനായ
ദൈവമുണ്ട്. ഈ ദൈവത്തെ നോക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ മധുരകായ അപരനാമത്തിൽ അറിയപ്പെടുന്ന ഭക്തനായ ദാവീദ് 19-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പാടി. അറിയാവുന്നവർ എല്ലാവരും ചേർന്നൊന്ന് പറയാമോ? ആകാശം ദൈവത്തിന്റെ. അറിയാവുന്നവർ പറഞ്ഞാട്ടെ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസ്തുതമാക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയട്ടെ, ഒരു സൂര്യനും ഒരു ചന്ദ്രനും ഒരു നക്ഷത്രത്തിനും ഇത്രമാത്രം പ്രകാശം പരത്താൻ കഴിയുന്നെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ആവേശത്തോടെ പറയട്ടെ, സൂര്യൻ ഇത്രമാത്രം പ്രകാശം പരത്താൻ കഴിയുന്നെങ്കിൽ, സൂര്യന് അവൻ ഇത്രമാത്രം പ്രകാശങ്ങളും അവൻ ഒക്കെ ചെയ്യുവാനുള്ള സിദ്ധിയുണ്ടെങ്കിൽ, ആ സൂര്യനെ നിർമ്മിച്ച അവൻ നീതി സൂര്യനായ ദൈവം ഇന്ന് രാത്രി ഇവിടേക്ക് ഇറങ്ങി വന്നാൽ, ഞാൻ പറയട്ടെ, ഈ നീതി സൂര്യൻ ഇറങ്ങി വന്നിടത്ത് സമുദ്രങ്ങൾ ഓടിയിട്ടുണ്ട്, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറിയിട്ടുണ്ട്, പർവ്വതത്തിന് മുകളിൽ തീ ഇറങ്ങിയിട്ടുണ്ട്, എരികോവിന്റെ കോട്ടകൾ തകർന്നിട്ടുണ്ട്, യോർദാൻ നദി വറ്റിയിട്ടുണ്ട്, ചെങ്കടൽ രണ്ടായി വിഭാഗിക്കപ്പെട്ടിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമുക്കിവയോടൊന്ന് ചോദിക്കാം, ഹേ സമുദ്രമേ, നിങ്ങൾ ഇങ്ങനെ തുള്ളുന്നതെന്ത്? ഹേ യോർദാനേ, നിങ്ങൾ ഇങ്ങനെ പിരിയുന്നതെന്ത്? വാക്കും ഭക്ഷണവും കൂടാതെ അവർ ഇങ്ങനെ വിളിച്ചു പറയും, മഹാദൈവത്തിന്റെ പാദസ്പർശനമേറ്റ ഞങ്ങൾ എങ്ങനെ ഇളകാതിരിക്കും, ഞങ്ങൾ എങ്ങനെ തുള്ളാതിരിക്കും, ഞങ്ങൾ എങ്ങനെ പിളകാതിരിക്കും, ഞങ്ങൾ എങ്ങനെ ഇളകാതിരിക്കും. ഇന്ന് രാത്രിയിൽ ഈ നീതി സൂര്യന്റെ പാദസ്പർശനം ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നാൽ നിന്റെ ബന്ധനമഴിയും, നിന്റെ രോഗങ്ങൾ മാറും, നിന്റെ പ്രതികൂലങ്ങൾ മാറും. ഇന്ന് രാത്രിയിൽ ഇവിടെ വ്യാപരിക്കുന്ന നീതി സൂര്യനായ ദൈവത്തിന്റെ മഹാസാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങളടിച്ച് ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. ഇത്ര ശക്തവനായ, ഇത്ര മഹാനായ, ഇത്ര സൂര്യപ്രഭയുള്ള ഈ ദൈവം നേരിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ, അതാണ് നമ്മൾ വായിച്ചത്, ഈ ദൈവത്തിന് മുമ്പായി ആർക്കും നിൽക്കാൻ കഴിയില്ല, ആർക്കും ജീവനോടെ ഇരിക്കാൻ കഴിയില്ല. ഇനിയും പറയുന്നത് കേട്ട് നിങ്ങൾ സ്തോത്രം പറയണം കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ദൈവം എന്താണ് പറയുന്നത്? ആമേൻ, ദൈവം എപ്പോഴും നമ്മുടെ ഇടയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മോടുകൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മോടുകൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവത്തിന് തന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ ഇടയിലേക്ക്, മനുഷ്യന്റെ അടുക്കലേക്ക് ഈ ദൈവത്തിന് ഇറങ്ങി വന്നേ പറ്റൂ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ നാം കണ്ടിട്ടുള്ള, പഴയ നിയമത്തിൽ നാം പറയുന്ന ഈ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലല്ലോ എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ ദൈവത്തെ ഒന്ന് കാണണ്ടേ, ഈ ദൈവത്തെ ഒന്ന് തൊഴണ്ടേ, ഈ ദൈവം മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വരണ്ടേ, ഈ ദൈവത്തിന് മനുഷ്യനുമായി ഒരു സമ്പർക്കം വേണ്ടേ? അതിന് എന്താ ചെയ്തെന്നറിയാമോ? ഈ നീതി സൂര്യനായ ദൈവം അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് നമുക്ക് തൊടാൻ, നമ്മെ തൊടാൻ, നമുക്ക് കാണാൻ, നമ്മെ കാണാൻ, നമുക്ക് സ്പർശിക്കാൻ, നമ്മെ സ്പർശിക്കാൻ കഴിയാവുന്ന വിധത്തിൽ ഈ ഭൂമി ജഡാവതാരം എടുത്ത് ഇറങ്ങി വന്ന അവൻ ഈ രക്ഷകനെ ഓർത്ത് ഇന്ന് രാത്രി ദൈവമക്കളെ മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, 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 ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ യേശു, ഈ ദൈവം ജഡാവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതെന്നറിയാമോ? ജഡാവതാരമെടുത്ത് ഈ ദൈവം മനുഷ്യനായി, മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതിന് അവൻക്ക് ജനനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചരിത്രം, ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളുമായിട്ട്. ഈ മറിയയുടെ മാതാപിതാക്കളെ പറ്റി ഒത്തിരി കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. മറിയയുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് യോവാക്കീമും ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിരുന്നു മറിയയുടെ മാതാപിതാക്കൾ. ഇതൊരു ചരിത്ര കഥയാണ്. യോവാക്കീമിന്റെ 44 വയസ്സും ഹന്നയ്ക്ക് 24 വയസ്സ് പ്രായവും ഉള്ളപ്പോഴാണ് ഇവർ തമ്മിൽ വിവാഹിതരാകുന്നത്. വിവാഹം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞിട്ടും ഇവർക്ക് മക്കളില്ല. മറ്റുള്ളവർ പരിഹസിച്ചു, പലരും ദുഷിച്ചു, പലരും പഴി പറഞ്ഞു. നിന്ന് സഹിക്കാൻ വയ്യാതെ ഈ യോവാക്കീം ഹെർമോൻ മലയിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് പോയി. വീട്ടിലിരുന്നു കൊണ്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനും ധ്യാനത്തിലും ഉപവാസത്തിലും അവൻ ഈ ഹന്ന വീട്ടിനകത്ത് പ്രാർത്ഥിച്ചു. ചുറ്റുമുള്ളവർ പരിഹസിച്ചു പറഞ്ഞു, നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. പക്ഷേ സംഭവം രണ്ടുപേരും 2 സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഉപവാസത്തിലും ധ്യാനത്തിലും കഴിയുകയാണ്. അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരിക്കൽ ദൈവത്തിന്റെ മാലാഖ ഗബ്രിയേൽ ഹന്നയ്ക്ക് പ്രത്യക്ഷമായിട്ട് ഹന്നയോട് ഇങ്ങനെ പറഞ്ഞു, നീ ഒരു മകനെ
നിനക്കൊരു പുത്രി ഉണ്ടാകും, നിനക്കൊരു സന്താനമുണ്ടാകും. ഹെർമോൻ മലയിലേക്ക് പോയ നിന്റെ ഭർത്താവ് മടങ്ങി വരും. പറഞ്ഞതുപോലെ ദൂതൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. ചില ദിവസങ്ങൾക്കകം ഭർത്താവ് തിരികെ വന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുട്ടിയെ ദൈവം കൊടുത്തു. ആ കുട്ടിയുടെ പേരാണ് മറിയ. ജീവിച്ചിരുന്നപ്പോൾ രണ്ടുപേരും, യോവാക്കിൻ ഹെർമോൻ മലയിലും ഹന്ന വീട്ടിലും ഇരിക്കുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, നീ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകിയാൽ ദൈവാലയത്തിലേക്ക് ഞങ്ങൾ ആ കുഞ്ഞിനെ സമർപ്പിക്കും, ദൈവാലയത്തിൽ ആ കുഞ്ഞിനെ വളർത്തും. അവരുടെ തീരുമാനപ്രകാരം ആ കുഞ്ഞ് ജനിച്ചു. 2.5 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ മറിയ അസാധാരണ കഴിവും സിദ്ധിയുള്ളവളുമായി വളർന്നു. കാണാൻ ബഹു സുന്ദരിയായി മാറ്റപ്പെട്ടു. 4-ാമത്തെ വയസ്സിൽ മറിയയുടെ മാതാപിതാക്കളായ യോവാക്കീമും ഹന്നയും ഈ കുഞ്ഞിനെ ദൈവാലയത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. ദൈവാലയത്തിന് വേണ്ടി വിട്ടുകൊടുത്തു. ദൈവാലയത്തിൽ മറിയ വളരുവാനായിട്ട് തുടങ്ങി. ചെറുപ്രായം തന്നെ നിങ്ങൾ രസകരമായിട്ട് ഈ കഥയൊന്ന് ശ്രദ്ധിച്ചാൽ പിടികിട്ടും. ചെറുപ്രായത്തിൽ തന്നെ ദൈവാലയത്തിന്റെ വിശുദ്ധിയിലും വേർപാടിലും വ്രതവും അനുഷ്ഠിച്ച് ഈ മറിയ ഇങ്ങനെ വളർന്നു വരികയാണ്. ആ സന്ദർഭത്തിൽ തന്നെ ദൈവാലയത്തിൽ പഠനത്തിന് വേണ്ടി നിൽക്കുന്ന പല യുവതികളും യുവാക്കന്മാരുമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു മഠം എന്ന് വേണമെങ്കിൽ പറയാം. അസാധാരണ കഴിവും സിദ്ധിയുമുള്ളവളായ മറിയയുടെ വളർച്ചയിൽ അസൂയാലുക്കളായ സഹപാഠികളായ പലരും ഇവളെ മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ അതിന് മുമ്പിൽ നിന്നും മറിയ ഭയപ്പെട്ടില്ല. വരുവാനുള്ള ഒരു രക്ഷകന് വേണ്ടി കാത്തിരുന്ന് അവൾ അതൊക്കെ സന്തോഷത്തോടെ സഹിച്ച് സന്തോഷത്തോടെ തരണം ചെയ്ത് മുൻപോട്ട് തന്നെ ഈ മറിയ തന്റെ ജീവിതം സൂക്ഷിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ യോവാക്കിന് 74 വയസ്സും ഹന്നയ്ക്ക് 42 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ മാതാപിതാക്കൾ ഇഹലോകവാസം വെടിഞ്ഞു. അന്നും മറിയത്തിന് 12 വയസ്സ് പ്രായം. യോസഫ് സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരാളാ. തനിക്ക് സ്വന്തമായിട്ട് വരുമാനമുണ്ടാക്കാൻ യെരുശലേമിൽ കൂട്ടുകാരുടെ അടുക്കൽ പോയി മരപ്പണി ചെയ്ത് ജീവിക്കുമായിരുന്നു. 6 മക്കളിൽ ഒരുവനാണ് യോസഫ്. ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട വ്യക്തി. പക്ഷെ അദ്ദേഹം വിശുദ്ധനായിരുന്നു. അദ്ദേഹത്തിന് വ്രതമുണ്ടായിരുന്നു. ദേവാലയത്തിൽ പോയി ഇടയ്ക്കിടെ പ്രാർത്ഥിക്കുമായിരുന്നു. യോസഫിന് 33 വയസ്സ് പ്രായമുള്ളപ്പോൾ ആത്മപ്രചോദനമായി ഒരു ദൈവാത്മാവിന്റെ നിയോഗപ്രകാരം ദേവാലയത്തിലേക്ക് ചെല്ലുന്നു. യെരുശലേം ദേവാലയത്തിലേക്ക് ചെല്ലുന്നു. യെരുശലേം ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ മറിയയ്ക്ക് 14-ാമത്തെ വയസ്സിലെ ബർത്ത്ഡേ അവിടെ സെലിബ്രേഷൻ ചെയ്യുകയാണ്. അന്ന് ദേവാലയത്തിലെ പുരോഹിതനായിരുന്ന ശിമയോൻ ഒരു കാര്യം പറഞ്ഞു: ഇവിടെ യുവാക്കന്മാരുണ്ട്, മറിയയ്ക്ക് വേണ്ടി ഒരു വിവാഹം ആലോചിക്കാൻ പോകുകയാണ്. രണ്ടുപേർക്കും, യോസഫിനും മറിയയ്ക്കും, വിവാഹം വേണ്ട എന്നുള്ള തീരുമാനത്തിലും വ്രതത്തിലുമായിരുന്നെങ്കിലും മഹാപുരോഹിതന്റെ തീരുമാനപ്രകാരം അവർ അതിന് മനസ്സമ്മതം മൂടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ചടങ്ങ് അവിടെ പുരോഹിതൻ നടത്തുന്നു. ഈ യുവാക്കന്മാരുടെ കയ്യിൽ ഒരു പ്രത്യേക തളിർപ്പ് കൊണ്ട് കൊടുത്തു. എല്ലാവരുടെയും കയ്യിൽ തളിർപ്പിരിക്കുന്നു. പക്ഷേ യോസഫിന്റെ കയ്യിലിരിക്കുന്ന തളിർപ്പ് മാത്രം അത് പുഷ്പിച്ചു വന്നു. പുഷ്പിച്ചു വന്നപ്പോൾ ശിമയോൻ എന്ന് പറയുന്ന മഹാപുരോഹിതൻ പറഞ്ഞത് ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്: മറിയയ്ക്ക് വേണ്ടി യോസഫിനെ വിവാഹം നിശ്ചയം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ചടങ്ങ് അവസാനിപ്പിച്ച് രണ്ടുപേരും പോകുന്നു. വിവാഹ നിശ്ചയം ചെയ്തതേ ഉള്ളൂ. ഈ സന്ദർഭത്തിലാണ് ദൈവത്തിന്റെ മാലാഖ മറിയയ്ക്ക് പ്രത്യക്ഷമായിട്ട് പറയുന്നു: കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവന് ലോകത്തിന്റെ രക്ഷകനാണ് ഇമ്മാനുവേൽ എന്നർത്ഥമുള്ള യേശു എന്ന് പേരിടണം. എന്താ ദൂതൻ എങ്ങനെ പറയാൻ? കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. ലോകത്തിൽ ഒത്തിരി മറിയമാരുണ്ടെന്ന്. യേശുവിന്റെ വേദപുസ്തകത്തിൽ 4 മറിയമാരുണ്ട്. ലോകത്തിൽ ഒത്തിരി മറിയുണ്ട്. വേദപുസ്തകത്തിൽ 4 മറിയുണ്ട്. യേശുവിന്റെ അമ്മ മറിയ, യാക്കോബിന്റെ അമ്മ മറിയ, മഗ്ദലക്കാരത്തി മറിയ. പിന്നെ യേശുവിനെ ക്രൂശിച്ച സമയം കൂടെ നിന്ന് സ്ത്രീകളിൽ ഒരുത്തി ഉണ്ടായിരുന്നു. അവിടെ പേര് മറ്റേ മറിയ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അതെന്നാ മറ്റേ മറിയ? അതൊന്നും പറയാനുള്ള പ്രായവും പക്വതയും എനിക്കില്ലാത്തതുകൊണ്ട് ഞാനത് ഈ പ്രായമുള്ളവരൊക്കെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും അങ്ങ് പ്രവേശിക്കുന്നില്ല. അങ്ങനെ പല മറിയമാരുണ്ട്. പക്ഷേ ജഡവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വരാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നോക്കുമ്പോൾ ഒരൊറ്റ മറിയയ്ക്ക് ജീവിത വിശുദ്ധി സൂക്ഷിച്ച, വ്രതമനുഷ്ഠിച്ച ഒരൊറ്റ മറിയയെ സ്വർഗം കണ്ടുള്ളൂ. ആ മറിയയുടെ മകനായിട്ട് ഇവിടെ ജനിച്ചു. അതുകൊണ്ട് പരിശുദ്ധ കന്യക മറിയമെന്നൊക്കെ പറഞ്ഞ് ലോകം അവളെ സ്തുതിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സാമുദായിക സഭകളിലെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ മറിയക്കെതിരല്ല, ഞങ്ങൾ മറിയക്കെതിരെ പ്രസംഗിക്കുന്നവരല്ല. പക്ഷേ അതിനകത്ത് ഒരു സത്യമുണ്ട്. കന്യക മറിയമെന്ന് പറഞ്ഞ് യേശുവിന്റെ അമ്മയായി ജീവിക്കാൻ ലഭിച്ച ഒരു സ്ത്രീ എന്ന വിധത്തിൽ ഞങ്ങൾ ആ മറിയയെ ബഹുമാനിക്കുന്നു, ഞങ്ങൾ ആ മറിയയെ ആദരിക്കുന്നു. പക്ഷെ ഞങ്ങൾ ആ മറിയെ ആരാധിക്കുന്നില്ല. ആമേൻ, ഹല്ലേലൂയ.
ആദരവും മറിയയ്ക്ക്, ആരാധന പുത്രന്. ഇന്ന് രാത്രി ആളാണ് അതിന്റെ പ്രത്യേകത. ആമേൻ. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മനുഷ്യനെ ജനിക്കാൻ, ആമേൻ, ദൈവത്തിന് മനുഷ്യനായി ജനിക്കാൻ ഒരു ഉദരം കടമെടുക്കേണ്ടി വന്നു. ജനിച്ചത് ആരാന്നറിയാമോ? രാജാവ്. അതാണല്ലോ സുവിശേഷത്തിൽ വായിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനുടെ. രാജാവിന് ജനിക്കണമെങ്കിൽ രാജകൊട്ടാരം ആവശ്യമാണ്. എന്നാൽ പിറന്നത് അവൻ പശുത്തൊട്ടിയിലാണ്. മനുഷ്യനെ കാണുവാൻ പറ്റുന്ന വിധത്തിൽ അവൻ ഇറങ്ങി വരികയാണ്. 12-ാമത്തെ വയസ്സിൽ, ഇവൻ 6, യേശുവിന്റെ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 12-ാമത്തെ വയസ്സിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ യേശു ഇരിക്കുന്നത് തന്റെ ജീവിതത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ ജീവിതത്തിന്റെ മഹത്വം പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും പലതും സമയത്തിന്റെ പരിധി മുഖാന്തരം ഞാൻ വിട്ടുകളഞ്ഞ് ആമേൻ അല്പം കൂടി മുമ്പോട്ട് പോയി ആ ഭാഗം പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കാം. യേശു ജീവിച്ചിരുന്നപ്പോൾ ഒരു പാപവും ചെയ്തിട്ടില്ല. യേശു ആരോടും സോറി പറഞ്ഞിട്ടില്ല. യേശു ആമേൻ സ്തോത്രം ഒരു ശവസംസ്കാരവും നടത്തിയിട്ടില്ല. പക്ഷെ യേശു മരിച്ച ചില പ്രിയപ്പെട്ടവരെ എന്റെ കർത്താവ് ഉയർപ്പിച്ചിട്ടുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. യേശു ജീവിച്ചിരുന്നപ്പോൾ ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. എന്നാൽ യേശുവിന്റെ പേരിൽ ആയിരക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ഭാഷകളിൽ ഇത്ര തേജോമയനായ യേശുവിനെ കുറിച്ച് പുസ്തകം എഴുതി. യേശു ഒരു പാട്ടും പാടിയിട്ടില്ല. യേശു ഒരു പാട്ടും എഴുതിയിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ആയിരക്കണക്കിന് ഭക്തശിരോമണികൾ എന്റെ യേശുവിനെ കുറിച്ചുള്ള പാട്ടുപാടി. എന്താ പാട്ട്? അവനെ പോലെ ആരാധ്യൻ ആരുമില്ല, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനല്ലാതെ ദൈവമില്ല. പാടിയ എത്രയോ പാട്ടുകളുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പഴയ പാട്ട് പാടുന്ന ആളും അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ആളുമാണ്. എന്താ അതിന്റെ കാരണം എന്നറിയാമോ? പുതിയ കുറെ പാട്ടുണ്ട്. പുതിയ പല പാട്ടും പാടാൻ കൊള്ളത്തില്ലെന്നുള്ളത് അതിന്റെ കാര്യം. പല പാട്ടിനകത്തും യേശുവില്ല, പല പാട്ടിനകത്തും ക്രിസ്തുവില്ല. ആമേൻ. പല പാട്ടിനകത്തും ക്രൂശില്ല, പല പാട്ടിനകത്തും സ്തോത്രമില്ല. എന്നാൽ പഴയ നമ്മ ഭക്തന്മാർ പാടിയ എത്രയോ പാട്ടുകളുണ്ട്. പഴയ ആളുകളുടെ പാട്ടും പുതിയ ആളുകളുടെ പാട്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയാമോ? പഴയ ആളുകൾക്ക് ആമേൻ പാട്ട് പാടുകയല്ല, പാട്ട് എഴുതുകയല്ല, അവർ പാടിയത് പിന്നീട് എഴുതി. ഇന്നത്തെ ആളുകളോ ആദ്യം എഴുതി നോക്കുന്നു, പിന്നെ സംഗീതജ്ഞനെ കൊടുക്കുന്നു, ട്യൂൺ ചെയ്ത് നോക്കുന്നു. അതിനകത്ത് അവസാനം ക്രിസ്തുവില്ല, യേശുവില്ല. പിന്നെ ഏതാണ്ട് ഒരു പരുവത്തിലൊക്കെ പാടി. കഴിഞ്ഞിടെ ഞാനൊരു പാട്ട് പാടി. ഞാൻ അങ്ങോട്ടേക്ക് ഓടി വന്നപ്പോൾ നീ ഇങ്ങോട്ടേക്ക് ഓടി വന്നു. ലല്ലല്ല പാട്ടാ. ഇപ്പോഴത്തെ പുതിയ പാട്ടുകൾ അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തിലേക്കും ആമേൻ ഞാൻ പോകുന്നില്ല. എന്നാൽ പഴയ നിയമ ആമേൻ ഭക്തന്മാരുടെ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ അന്ന് എഴുതിയ പാട്ട്, പാടിയ പാട്ട് പിന്നീട് എഴുതി. ഇന്നും അവർ മരിച്ചെങ്കിലും അവരുടെ പാട്ട് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയട്ടെ, യേശുവിന്റെ ജീവിതത്തിന്റെ സമ്പന്നത, ശ്രേഷ്ഠത അത്രമാത്രം ആമേൻ തേജസ്സേറിയതായിരുന്നു. ആമേൻ. യേശുവിന്റെ ജീവിതത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് സ്വയം ദരിദ്രനായി തീർന്ന ക്രിസ്തു. എനിക്ക് ആ ഭാഗം അവിടെ നിന്ന് അല്പം ഒന്ന് വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് സ്വയം ദരിദ്രനായി തീർന്ന ക്രിസ്തു. ഞാൻ പറയട്ടെ, നമ്മൾ പറയും എനിക്ക് വലിയ വീടുണ്ട്, എനിക്ക് വലിയ ബംഗ്ലാവുണ്ട്, എനിക്ക് റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, എനിക്ക് ATM കാർഡ്, ഡെബിറ്റ് കാർഡ് എന്ന് വേണ്ട സകലതുമുണ്ട്. പക്ഷെ ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ദൈവം തന്നുകൊണ്ട് അനുഭവിക്കുന്നതാണെന്ന് എത്ര പേർക്ക് മനസ്സിലാകും? ആമേൻ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും എല്ലാം ദൈവത്തിൻ്റെതാണ്. എന്നാൽ ദരിദ്രനെ പോലെ ഈ കർത്താവ് ഇവിടെ ജീവിച്ചത് നിങ്ങളെ ഒന്ന് സമ്പന്നരാക്കാൻ വേണ്ടിയാണ്. അതിന്റെ അർത്ഥം കോടിയുടെ ആസ്തി ഉണ്ടാകുമെന്നല്ല. ഞാൻ ദൈവ വിഷയം സംബന്ധിച്ച് സമ്പന്നരാകുന്നതിനെ കുറിച്ച് പറഞ്ഞത് വിശദീകരിക്കാൻ സമയമില്ല. സ്വയം ദരിദ്രനായി തീർന്ന കർത്താവിന്റെ ഈ ലോക ജീവിതത്തിലെ വാസം ദരിദ്രനെ പോലെയായിരുന്നു. കർത്താവിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു ഭക്തൻ പാടിയത് ഇങ്ങനെയാണ്: അരക്കാശിനും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ. അറിയാമെങ്കിലൊന്ന് ചേർന്ന് പഠിക്കൂ. അരക്കാശിനും മുതലില്ലാതെ ില്ലാതെ 33 കൊല്ലം വാർത്തലത്തിൽ വാർത്തല്ലോ നീ. 33 കൊല്ലം വാർത്ത.
കരങ്ങൾ ഉയർത്തി ഒന്ന് പാടാമോ? കർത്താവേ നിൻ രൂപമേ നീ എല്ലായ്പ്പോഴും സന്തോഷമേ കർത്താവേ. ഓ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. കരങ്ങൾ ഉയർത്തി. സ്വർഗത്തിലും. ഓ ജീസസ്, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഇവൻ യേശു ജനനത്തിൽ ആരായിരുന്നു? ജീവിതത്തിൽ ആരായിരുന്നു? യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നതിൽ ആരായിരുന്നു? ഒത്തിരി കാര്യങ്ങൾ അതിനോട് ബന്ധത്തിൽ പറയാനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പകൽ മുഴുവനും യേശു ശുശ്രൂഷയും രാത്രി മുഴുവനും പ്രാർത്ഥനയും. എന്താ ഇതിന്റെ പ്രത്യേകത എന്നറിയാമോ? രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്ന യേശുവിന് പകൽ അത്ഭുതം ചെയ്യാൻ ഒറ്റ സെക്കൻഡ് മതി. മനസ്സിലായോ? രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്ന യേശു. ഇന്ന് പ്രാർത്ഥനയില്ല, ഉപവാസമില്ല, കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും അങ്ങ് ശുശ്രൂഷയുടെ മുഖത്താ. എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അതുമില്ല. പാസ്റ്റർ ഇവിടെ ശുശ്രൂഷയല്ല, എന്തോ ശുശ്രൂഷയുടെ മുഖത്താ. അതെന്ത് മുഖമാണെന്ന് എനിക്കറിയാത്ത. ഹല്ലേലൂയ. സ്ത്രീ എന്നെ വന്ന് തൊട്ടു, അത് ഞാൻ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? എന്റെ ശരീരത്തിൽ നിന്ന് ഒരു ശക്തി പുറപ്പെട്ടു. ആ മാത്രയിൽ അവൾ രക്തസ്രാവം നിന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി അതേ ശക്തി ഇന്നും മുടങ്ങി പോയിട്ടില്ല. ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കാൻ, നിന്നെ വിടുവിപ്പാൻ ആ നസ്രായന്റെ ശക്തി ഇന്ന് രാത്രിയിലും നിനക്ക് വേണ്ടി വ്യാപരിക്കുകയാണ്. അവൻ വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഓ രമന വരമന ശംഭരാധനാദിയ അർക്കമന ഗരഗരഗ സൈഡരേദി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അല്പനേരം ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചാട്ട് ആ വിടുതലിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അത് അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ യേശു ജനനത്തിൽ, ജീവിതത്തിൽ, അത്ഭുതങ്ങളിൽ അവൻ ആരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചില മിനിറ്റുകൾക്കകം ചില കാര്യങ്ങളോട് പറഞ്ഞ് വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. എന്റെ കർത്താവ് മരണത്തിൽ ആരായിരുന്നു? മനുഷ്യൻ ഇവിടെ ജനിക്കുന്നു, ജനിക്കാനായി മരിക്കുന്നു. ജനിച്ചു കഴിഞ്ഞാൽ സകലരും മരിക്കണം. ഓരോരുത്തരെയും മരണം ഓരോരുത്തർക്കും നഷ്ടമാണ്. സ്തോത്രം. നമുക്കറിയാം, ബാസ്കറ്റ് ബോളിന്റെ ഇതിഹാസമായിരുന്ന കോബിയും തന്റെ മകൾ ജിയാനയും കഴിഞ്ഞ ദിവസത്തെ ഹെലികോപ്റ്റർ അപകടത്തിൽ മൃതിയടഞ്ഞു. എന്താ സംഭവിച്ചത്? അത് സ്പോർട്സിന്, അത് ബാസ്കറ്റ് ബോളിന്റെ ഇതിഹാസത്തിന് നഷ്ടമാണ്. ഇവിടുത്തെ പ്രധാനമന്ത്രി മരിച്ചാൽ, നമ്മുടെ പ്രധാനമന്ത്രി മരിച്ചാൽ അത് ഇന്ത്യക്ക് നഷ്ടം. അമേരിക്കൻ പ്രസിഡന്റ് മരിച്ചാൽ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ലോകത്തിന് തന്നെ നഷ്ടം. ഒരു ബുദ്ധമതക്കാരൻ മരിച്ചാൽ അത് ബുദ്ധമതത്തിന് നഷ്ടം. ഒരു ജൈനൻ മരിച്ചാലോ അത് ജൈനമതത്തിന് നഷ്ടം. ഒരു തിരുമേനി മരിച്ചാൽ അത് പള്ളിക്ക് നഷ്ടം. ഒരു സഭയുടെ നേതാവ് മരിച്ചാൽ അവൻ അത് ആ സഭയ്ക്ക് നഷ്ടം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നത നേതാവ് മരിച്ചാൽ, ഒരു മന്ത്രി മരിച്ചാൽ അത് ആ പാർട്ടിക്ക് നഷ്ടം. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ കർത്താവിന്റെ മരണം ഒരു നഷ്ടമല്ലായിരുന്നു, മറിച്ച് ലോകത്തിന് തന്നെ അവൻ ആ മരണം വിജയമായിരുന്നു. ഹല്ലേലൂയ. എന്റെ യേശു അവൻ മരണത്തിൽ ആരായിരുന്നു? ദൈവത്തിന് സ്തോത്രം. എന്റെ കർത്താവ് യേശു ക്രിസ്തു ആമേൻ ഹല്ലേലൂയ കാൽവറിയിൽ മരിക്കുമ്പോൾ അവൻ തന്റെ ഹൃദയത്തിലെ ചിന്ത തന്നെ അടിച്ചവരെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്നല്ല, തന്റെ തലയിലേക്ക് അടിച്ചിറക്കിയ മുൾക്കിരീടത്തിന്റെ ഭാരമല്ല, തന്റെ കൈകാലുകളിലേക്ക് അടിച്ച കാരിരുമ്പാണിയുടെ നീളമെത്ര ഭാരമെത്ര എന്നുള്ളതല്ല തന്റെ ചിന്ത. തന്റെ മനസ്സിലെ ചിന്ത ഇതാണ്: എന്റെ രക്തം തന്ന് ഞാൻ കാൽവറിയിൽ മരിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ
ആയിരക്കണക്കിന് ആളുകൾ വിടുവിക്കപ്പെടുന്നല്ലോ എന്നാണ് എന്റെ കർത്താവിന്റെ ചിന്ത. ഞാൻ പറയട്ടെ, എന്റെ കർത്താവ് എങ്ങനെയാണ് മരിച്ചത്? അത്യാഹിതം സംഭവിച്ചല്ല, ഒരു ആക്സിഡന്റ് അല്ല, വെടിയേറ്റല്ല, ബോംബേറ് കൊണ്ടല്ല എന്റെ യേശു മരിച്ചത്. മരിച്ച് തന്റെ ഉച്ചി മുതൽ ഉള്ളം കാൽവരെ ഉണ്ടായിരുന്ന അവസാനത്തുള്ളി രക്തം വരെയും കാൽവറിയിൽ ഊറ്റിത്തന്ന് എന്റെ കർത്താവ് രക്തത്താൽ രക്തം ചിന്തപ്പെട്ടവനായി മരിച്ചു. എന്റെ യേശു മരണത്തിൽ ആരായി. ഈ രക്തത്തെ കുറിച്ച്, ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് അനേക മഹാന്മാർ പോലും പറഞ്ഞിട്ടുണ്ട്. ഇന്നൊക്കെ 125 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1893 ഒരു സെപ്റ്റംബർ മാസം 13-ാം തീയതി ലോകമത സമ്മേളനം അമേരിക്കയിലെ ചിക്കാഗോ പട്ടണത്തിൽ നടക്കുന്നു. 60 പ്രവാചകന്മാർ മതത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ഷിക്കാഗോ പട്ടണത്തിൽ ഒത്തുകൂടി. 59 പ്രവാചകന്മാരും അവരവരുടെ മതത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആ ലോകമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ 30-കാരനായ സ്വാമി വിവേകാനന്ദൻ അവിടെ ചെന്നു. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ആ മതസമ്മേളനത്തിൽ 6 ദിവസവും സ്വാമി വിവേകാനന്ദൻ പ്രസംഗിച്ചു. എന്താ സ്വാമി വിവേകാനന്ദൻ പ്രസംഗിച്ചത്? ആമേൻ ആമേൻ. അദ്ദേഹം തന്റെ പ്രസംഗം തുടങ്ങുമ്പോൾ അദ്ദേഹം സംബോധന ചെയ്തത് ഇങ്ങനെയാണ്: അമേരിക്കയിലുള്ള സഹോദരി സഹോദരന്മാരെ. ആ ഒറ്റ സംബോധന അവിടെ ഇരുന്ന് ആയിരങ്ങൾ കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത്. കാരണം അതുവരെയും ലോകത്തിന്റെ തെറ്റിദ്ധാരണ സമ്പന്നതയുടെ കാര്യത്തിൽ, സംസ്കാരത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമെന്നുള്ള ആ തെറ്റിദ്ധാരണ, ലോകത്തിന്റെ തെറ്റിദ്ധാരണ അതോടെ മാറി. മഹാത്മജി പ്രസംഗം തുടർന്നു. എല്ലാ മതക്കാരും പൊട്ടണക്കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെയാണെന്നും ഇതിനപ്പുറത്തും മതമില്ലെന്നും ചിന്തിക്കുന്നവരാണ് സകല മതക്കാരും എന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്ത ദിവസത്തെ പ്രസംഗത്തിൽ സ്വാമിജി ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ ലോകത്തിലെ 3 പ്രാചീന മതങ്ങളിൽ ഒന്നാണ് ഹിന്ദുമതം. ഹിന്ദുമതത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് വളരെ സവിസ്തരമായി സ്വാമിജി ഉച്ചഭാഷണയിലൂടെ പറഞ്ഞു. എന്താണ് ബുദ്ധമതം? ഹിന്ദുമതത്തിന്റെ പൂർത്തീകരണമാണ് ബുദ്ധിസം അഥവാ ബുദ്ധിമതം എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. പ്രസംഗം അതുകൊണ്ടും തീരുന്നില്ല. സ്വാമിജി പറഞ്ഞത് ഇങ്ങനെയാണ്: ആമേൻ, ഇന്ത്യക്കാരുടെ ആമേൻ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ആമേൻ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മതമല്ലെന്നും ദാരിദ്ര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ചിന്തയാണ് ഇന്ത്യക്കാരുടെ ചിന്തയെന്നും പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ മിഷനറിമാർ ഈ ഭാരതത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ എടുത്തുയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രൈസ്തവ മതത്തെ കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചു. പ്രസംഗത്തിന്റെ മധ്യത്തിൽ അക്കാലഘട്ടങ്ങളിൽ അവൻ കൊടുമ്പുരി കൊണ്ട ഒരു വാർത്തയായിരുന്നു: അരും കൊല നടത്തിയ ലേഡി വാഗ്മത്തിന്റെ കയ്യിലെ രക്തക്കറ മാറ്റാൻ ഏതു മതത്തിന് കഴിയുമെന്ന് ആയിരങ്ങളുടെ നടുവിൽ നിന്ന് ഒരു വയോവൃദ്ധൻ എഴുന്നേറ്റ് ചോദിച്ചു. സ്വാമിജി, ലേഡി വാഗ്മത്തിന്റെ കയ്യിലെ രക്തക്കറ മാറ്റാൻ ഇതിൽ ഏതു മതത്തിന് കഴിയും? സ്വാമി വിവേകാനന്ദൻ പ്രസംഗിച്ചത് കേൾക്കണമോ? എന്താണ് അദ്ദേഹം ഉച്ചവായുവിൽ പറഞ്ഞത്? അല്ലയോ സഹൃദയരെ, ലേഡി വാഗ്മത്തിന്റെ കയ്യിലെ രക്തക്കറ മാറ്റാൻ ഇവിടുത്തെ ഒരു മതത്തിനും, ഇവിടുത്തെ ഒരു ഇസത്തിനും, ഇവിടുത്തെ ഒരു മത തത്വശാസ്ത്ര സംഹിതകൾക്കും കഴിയില്ല. ലേഡി വാഗ്മത്തിന്റെ കയ്യിലെ രക്തക്കറ മാറ്റാൻ യേശു ക്രിസ്തു കാൽവറിയിൽ ഒഴുക്കിയ ആ രക്തത്തിനു മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് വചനം പറയുന്നത്: അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല ഭാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തിട്ട് യേശുവിനെ കുറിച്ചും യേശുവിന്റെ രക്തത്തെ കുറിച്ചും പറയുന്നത് ആമേൻ അവിടെയൊന്നും തീരുന്നില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം 1888 ഒരു ക്രിസ്മസ് രാത്രിയുടെ ദിവസം 24-ാം തീയതി സന്യാസ വ്രതം സ്വീകരിച്ച എഴുത്തുകാരനായിരുന്ന KP കേശവ മേനോൻ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: യേശുവിനെ നേരിട്ട് കാണാൻ എന്നെങ്കിലും ഭാഗ്യമുണ്ടായാൽ എന്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ ആ പവിത്രവാദങ്ങൾ കഴിയുമായിരുന്നു പോലും. അത് മനസ്സിലാക്കിയ വിവേകാനന്ദൻ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. എന്റെ ചങ്കിലെ ചോര കൊണ്ടല്ല, എന്റെ മുഴുവൻ രക്തം കൊണ്ട് ഞാൻ ആ പവിത്രവാദങ്ങൾ കഴുകുമായിരുന്നു. വീണ്ടും മുൻപോട്ട് പോകട്ടെ. അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ EMS നമ്പൂതിരിപ്പാട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: യേശുവിന്റെ പേര് കേട്ടാൽ ഇന്നും ആയിരങ്ങൾ ഓടി വന്ന് അവന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നു. ലോകം ഇതുവരെ അവനെ അറിഞ്ഞിട്ടില്ല. യേശു ആരാണെന്ന് ലോകം ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. ചന്ദ്രഭാഷമാരൊന്നും അല്ല ഇതൊന്നും പറഞ്ഞത് കേട്ടോ. കാര്യങ്ങളൊക്കെ ഒന്ന് സ്വോത്രം ചെയ്ത് ആമേൻ സ്വോത്രം. നമ്മുടെ മുൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി പറഞ്ഞു: ആമേൻ, ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കുന്നു, പക്ഷെ ക്രിസ്ത്യാനികളെ ഞാൻ വെറുക്കുന്നു.
അപ്പൊ ഈ മഹാന്മാരെല്ലാം യേശുവിനെ കുറിച്ചും അവന്റെ രക്തത്തെ കുറിച്ചും ആമേൻ വളരെ വ്യക്തമായി ആമേൻ വിസ്തരിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയട്ടെ ദൈവമക്കളെ, അത്ര തേജസ്, അത്ര ശക്തിയാണ് ഈ രക്തത്തിനുള്ളത് എന്ന് ഈ മഹാന്മാരെല്ലാം വിളിച്ചു പറയുന്നു. 1946 ജൂലൈ മാസം 23-ാം തീയതി ആമേൻ അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബിട്ട് തകർത്തു. നിങ്ങൾക്കറിയാമോ, ചരിത്രം പഠിച്ചാൽ ഇന്നൊക്കെ 75 വർഷങ്ങൾക്ക് മുമ്പ് ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ ആറ്റം ബോംബിന്റെ രൂക്ഷമായ മാലിന്യം ഇന്നും അവിടുത്തെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ട് ഇന്നും അവിടെ ജനിക്കുന്ന 100-ൽ 10 കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ളവരായിത്തീരുന്നു പോലും. എന്താ, 75 വർഷം മുമ്പ് അവിടെ വീണ ആറ്റം ബോംബിന്റെ മാലിന്യത്തിന് അത്ര പവറാണെങ്കിൽ ഇന്നൊക്കെ 2020 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയുടെ കുലക്കളത്തിൽ നസ്രായൻ ഒഴുക്കിയ രക്തത്തിന്റെ പവർ, ആ രക്തത്തിന്റെ ശക്തി അമേരിക്കയിൽ മാത്രമല്ല, ഹിരോഷിമയിൽ മാത്രമല്ല, നാഗസാക്കിയിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ആഫ്രിക്കയിൽ മാത്രമല്ല, അന്റാർട്ടിക്കയിൽ മാത്രമല്ല, ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും ഇന്ന് രാത്രിയിലും ആ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. അത് ഈ മുളവന കൺവെൻഷനിലും വ്യാപരിക്കുന്നു. അത് അനുഭവിക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒരു സ്തോത്രം ചെയ്യും. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര അനുഗ്രഹമായിരുന്നു കർത്താവായ യേശുവിന്റെ തന്റെ ശരീരത്തിൽ നിന്ന് കാൽവറിയിലേക്ക് ഒഴുക്കിയ ആ രക്തം എന്ന് പറയുന്നത്. ദൈവമക്കളെ, ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഇത്രത്തോളം സമയം നിങ്ങളുടെ മുമ്പിൽ വളരെ ആവേശത്തോടെ വചനം സംസാരിക്കുന്ന ബാംഗ്ലൂരിൽ നിന്ന് ഞാനിവിടെ കടന്നു വന്നു. എന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ, 2 കുഞ്ഞുങ്ങൾ ബാംഗ്ലൂരിലുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ദൈവദാസന്മാർ എൻ്റെ വേദാധ്യാപക സ്റ്റേജിലുണ്ട്, കൺവെൻഷൻ സംഘാടകരുടെ ഉണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ. ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാനിവിടെ കുഴഞ്ഞു വീഴുന്നു, എന്നെ നെഞ്ചിടിക്കുന്നു. കൺവെൻഷൻ സംഘാടകർ എന്നെ പെട്ടെന്ന് ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ട് ഇവിടുന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്ന അത്യാസന്ന നിലയിൽ കിടക്കുന്ന എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ടൊരു ഡോക്ടർ വന്നു. ആ ഡോക്ടർ എന്നെ കൊണ്ടുപോയ സംഘാടകരോട് ഇങ്ങനെ പറഞ്ഞു, സ്നേഹിതരെ, സജിയുടെ പ്രാണൻ വളരെ അപകടത്തിലാണ്. അദ്ദേഹത്തിന്റെ ഹാർട്ടെല്ലാം ബ്ലോക്കായിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഒരു സർജറി നടത്തിയാൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റും. കൺവെൻഷൻ സംഘാടകർ ആകെ കുഴഞ്ഞു. അതുപോലെ ചിലർ പറയുന്നു, സാർ എങ്ങനെയെങ്കിലും സർജറി നടത്തിക്കൂ, എത്ര ലക്ഷമായാലും ഞങ്ങൾ തരാം, പക്ഷെ ഇദ്ദേഹത്തെ രക്ഷിക്കണം. കാരണം ഇത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് പ്രസംഗിക്കാൻ വന്നതാ. ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ സമാധാനം പറയണം. ഡോക്ടർ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് നോക്കി, O പോസിറ്റീവ്. ഡോക്ടർ പറയുന്നു, സജിയുടെ സർജറി നടത്തണമെങ്കിൽ എത്രയും പെട്ടെന്ന് 2 ലിറ്റർ ബ്ലഡ് വേണം. അവരെല്ലാവരും ബ്ലഡ് കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ആരുടെയും ബ്ലഡ് എനിക്ക് യോജിക്കുന്നില്ല. എന്തായാലും ജീവിച്ചത് എന്തെങ്കിലും സംഭവിക്കട്ടെ. എൻ്റെ ഭാര്യയെ വിളിച്ച് വിവരം പറഞ്ഞു. അടുത്ത ഫ്ലൈറ്റിന് കയറി തിരുവനന്തപുരത്തിന്റെ ഭാര്യ എത്തി. കരഞ്ഞ് വിളിച്ചുകൊണ്ട് അലമുറ ഇട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ ഓടി വന്ന് എൻ്റെ ഭാര്യ പറയുന്നു, ഡോക്ടർ, എൻ്റെ ഹസ്ബൻഡിനെ രക്ഷിക്കണം. എൻ്റെ ഭാര്യയുടെ ബ്ലഡ് O പോസിറ്റീവാണ്. 2 കുപ്പി ബ്ലഡ് വേണം. എൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ ഡോക്ടർ ആ ഒരു സിറിഞ്ച് ഉപയോഗിച്ച് ബ്ലഡ് എടുക്കുമ്പോൾ ആ ഡോക്ടർ എൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ പേര് സുജ എന്ന്. സുജ, 2 കുപ്പി ബ്ലഡ് ആവശ്യമുണ്ട്. നിന്റെ ശരീരത്തിൽ അതുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. 1 കുപ്പി ബ്ലഡ് എടുത്തപ്പോൾ അവിടെ തല കറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, എൻ്റെ ഹസ്ബൻഡിനെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞാൻ 1 കുപ്പി ബ്ലഡ് തരും. ആര് പറയുക? എൻ്റെ ഭാര്യ പറയുക. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയരേ, അവസാനം എൻ്റെ സർജറി നടന്നില്ല. ആരും എനിക്ക് ബ്ലഡ് തന്നില്ല. കൺവെൻഷൻ സംഘാടകർ തരാൻ തയ്യാറാ, പക്ഷെ ആ ബ്ലഡ് യോജിക്കുന്നില്ല. എൻ്റെ ഭാര്യ പോലും എനിക്ക് ബ്ലഡ് തന്നില്ല. അവസാനം എന്താ സംഭവിച്ചെന്നറിയാമോ? കൺവെൻഷൻ സംഘാടകരെല്ലാം കൂടി ആകെ വിഷമിച്ച് ഒരു ആംബുലൻസിനകത്ത് എൻ്റെ ബോഡി ഒരു പെട്ടിക്കകത്താക്കി. നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഞാൻ സന്തോഷത്തോടാ പറയുന്നത്. ഒരു ആംബുലൻസിനകത്ത് ഒരു പെട്ടിക്കകത്ത് എൻ്റെ ബോഡിയാക്കി. അവരെ ഒരു പാട്ടും പാടി എൻ്റെ ഡെഡ് ബോഡി ബാംഗ്ലൂരിലോട്ട് കൊണ്ടുപോകുക. ആകെ അല്പം നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെ അല്പം നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നീ
സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. ഞാൻ പാടുന്നില്ല, ഇനി ഇവിടുന്ന് ചുറ്റുപാടുന്ന ആൾക്കാരെല്ലാം കൂടി ഓടി വന്നാലോ. മാത്രമല്ല സമയവും ഇല്ല, ഞാൻ ഇവിടെ നിർത്താം. ഞാൻ എന്തിനാ ഇത് പാടി ഈ ഒരു സംഭവം പറഞ്ഞെന്നറിയാമോ? എന്റെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ഒഴുക്കിയ രക്തം എ ഗ്രൂപ്പ് അല്ല, ബി ഗ്രൂപ്പ് അല്ല, ഓ നെഗറ്റീവ് അല്ല, ഓ പോസിറ്റീവ് അല്ല, അത് ഒരു കുപ്പി ബ്ലഡ് അല്ല. എന്റെ യേശു നമുക്ക് വേണ്ടി തന്നത് തന്റെ ഉച്ചി മുതൽ ഉള്ളൻ കാൽ വരെ ഉണ്ടായിരുന്ന അവസാന തുള്ളി രക്തം വരെയും കാൽവറിയുടെ കുലക്കളത്തിൽ നിനക്ക് വേണ്ടി ഊറ്റിയെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. എന്റെ കർത്താവിന്റെ ആമേൻ സ്തോത്രം. അവൻ മരണത്തിൽ അവൻ ആരായിരുന്നു? അവന്റെ അടക്കത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും എന്റെ കർത്താവ് ആരായിരുന്നു? ആമേൻ. 3-ാം ദിവസം റോമന്റെ ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ലോകത്തിലെ സകല മഹാന്മാരുടെയും കല്ലറകൾ ഇന്നും അടയപ്പെട്ട് കിടക്കുമ്പോൾ തുറക്കപ്പെട്ട് കിടക്കുന്ന ഒരു കല്ലറ യേശുവിന്റെ കല്ലറ മാത്രമാണ്. ഈ സുവിശേഷ പ്രസംഗകരായ ഞങ്ങൾ ഇത്ര തൊണ്ട വലിച്ചു കീറി ആവേശത്തോടെ ഈ യേശുവിനെ പ്രസംഗിക്കുന്നത് യേശു കുരുടർക്ക് കാഴ്ച കൊടുത്തത് കൊണ്ടല്ല, മുടന്തരെ നടത്തിയത് കൊണ്ടല്ല, സൈഡുകൾ കേൾവി കൊടുത്തത് കൊണ്ടല്ല, ഗലീല കടലിൽ നിന്ന് നടന്നത് കൊണ്ടല്ല, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചത് കൊണ്ടല്ല, അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായതുകൊണ്ടാണ് ഇത്ര ആവേശപൂർവം ഞങ്ങൾ ഈ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഞാൻ വാക്കുകൾക്ക് അവസാനം വിരാമമിടാം. അടുത്ത 5-6 മിനിറ്റിനകം വളരെ വേഗത്തിൽ ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കാം. ആമേൻ. ദയവായി ശ്രദ്ധയോടെ ഇരിക്കണമേ. ആമേൻ. ഈ അന്തരീക്ഷത്തിൽ നമുക്ക് കർത്താവിന് വേണ്ടി നമുക്കൊന്ന് സമർപ്പിച്ച് മാത്രമേ ഇന്ന് രാത്രിയിൽ കടന്നു പോകാവൂ. എന്റെ കർത്താവ് ജനനത്തിലും ജീവിതത്തിലും മരണത്തിലും ഉയർപ്പിലും അവൻ മഹാനായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പറയട്ടെ, എന്റെ കർത്താവ് തന്റെ മടങ്ങി വരവിലും അവൻ മഹാനായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അവൻ മഹാനായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. യേശു ജനിക്കുമെന്ന് ഒരു ദൂതൻ പറഞ്ഞപ്പോൾ യേശു 2ാമത് വരുമെന്ന് 2 ദൂതന്മാർ വിളിച്ചു പറഞ്ഞു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ പോയവനായി കണ്ടതുപോലെ അവൻ വീണ്ടും മടങ്ങി വരും. ഇനി ലോകം കാണാൻ അടുത്ത മഹാ അത്ഭുതം എന്ന് പറയുന്നത് എന്റെ യേശുവിന്റെ മടങ്ങി വരവാണ്. എന്റെ യേശുവിന്റെ 2ാം വരവാണ്. ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ, ഇന്ന് രാത്രി മധ്യവാനിൽ എന്റെ പ്രിയൻ ഇറങ്ങി വന്നാൽ ഞാൻ എടുക്കപ്പെടുമെന്നും ഞാൻ പറന്നു പോകുമെന്നും എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രത്യാശയുണ്ട്? ആ പ്രതീക്ഷ എത്ര പേർക്കുണ്ട്? ഉള്ളത്തിനകത്ത് എത്ര പേർക്ക് ആത്മധൈര്യമുണ്ട്? ആ വിശ്വാസമുണ്ട്? നമ്മുടെ കർത്താവ് വരാൻ സമയമായി. നമ്മുടെ കർത്താവ് വരാൻ സമയമായി. ആമേൻ. അവൻ വേഗത്തിൽ നമ്മെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് ആമേൻ ഇറങ്ങി വരാൻ സമയമായി. മുൾമുടി ചൂടി സ്വർഗത്തിലേക്ക് പോയവൻ പൊൻകിരീടധാരിയായി അവൻ ഇറങ്ങി വരാൻ സമയമായി. ആമേൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. ഒരു മഹാസത്യം ഞാൻ പറയട്ടെ, ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വാസസ്ഥലത്തിന്റെ പണി ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുൻപ് എന്റെ വാസസ്ഥലത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടാൽ എന്നെ കർത്താവ് അങ്ങോട്ട് കൊണ്ടുപോകും. അത് തന്നെ നിങ്ങളെയും. നാളെ നിങ്ങൾക്കുള്ളതല്ല കേട്ടോ. നാളെ നിങ്ങൾ ഇവിടെ വരുമെന്നൊന്നും പറയത്തില്ല. നാളെ എന്നെക്കാട്ടിൽ അഭിഷക്തനായ അനുഗ്രഹീതനായ ഒരു കർത്തൃദാസൻ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ നാളെ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കർത്താവിന്റെ വരവ് ഏത് സംഭവിക്കാം. ആമേൻ. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ചീട്ടുകൊട്ടാരങ്ങൾ പോലെ തകർന്നടിയും. ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. നാളെ എന്നുള്ളത് നിങ്ങൾക്കുള്ളതല്ല. ഇന്ന് രാത്രി ഇത്ര തേജോമയനായ ദൈവത്തിനു വേണ്ടി ഞാൻ എന്റെ ജീവിതം സമർപ്പിക്കുന്നു എന്ന് പറയാൻ എത്ര പേരുണ്ട്? ഒരു സംഭവ കഥ പറഞ്ഞ് ഞാൻ ഇരിക്കാം. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഇടുക്കിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സുവിശേഷ മഹായോഗം നടക്കുന്നു. സുവിശേഷ മഹായോഗം നടക്കുന്നതിന് മുൻപ് വനാന്തരത്തിൽ ആടുകളെ തീറ്റുവാൻ വന്ന ഒരു 8 വയസ്സുകാരനായ ബാലൻ കൺവെൻഷൻ സംഘാടക അടുക്കലേക്ക് ഓടി വന്നിട്ട് ആമേൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെങ്കിൽ എനിക്ക് ആ മൈക്രോഫോൺ ഒന്ന് തരണം, എനിക്കൊരു പാട്ട് പാടാനാണ്. പാസ്റ്ററെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, മോനെ ഇത് സുവിശേഷ യോഗമാണ്, മോനെ സിനിമാ പാട്ട് പാടാനല്ലേ അറിയൂ? ആ കുഞ്ഞു പറഞ്ഞു, അല്ല പാസ്റ്ററെങ്കിൽ എനിക്കൊരു ക്രൈസ്തവ പാട്ട് പാടാൻ എനിക്കതേ അറിയൂ, എനിക്കത് പാടാനാണെന്ന് പറഞ്ഞു. ഇവൻ എന്തായിരിക്കും പാടുന്നതെന്ന് അറിയാതെ എന്തായാലും ആ 8 വയസ്സുകാരന് കൈ കൊടുത്ത് സ്റ്റേജിലേക്ക് കൊടുത്ത് വിളിച്ചു വരുത്തി ആ മൈക്രോഫോൺ ആ പാസ്റ്ററെങ്കിൽ കുഞ്ഞിന്റെ കയ്യിലോട്ട് കൊടുത്തു.
മുറയ്ക്കുന്ന കൈകളും ഇടറിയ സ്വരത്തിലും ആ കുഞ്ഞ് ഇങ്ങനെയാണ് പാടിയത്. അവസാനം നമുക്കൊന്ന് എഴുന്നേറ്റൊന്ന് പാടാം. ഞാനിപ്പോൾ പാടുന്നില്ല. ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവ മക്കൾക്കുള്ള ആശ്രയമേ, പരിലസിക്കും സ്വർണ്ണ തെരുവീതിയിൽ അതികുതുകാൽ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതരേ എന്നു ഞാൻ ചേർന്നിടുമോ. പാസ്റ്റങ്ങൾ ഞെട്ടിക്കോരി തരിച്ചുപോയി. ഏതെങ്കിലും ഒരു കോമഡിയോ പാരഡി ഗാനമോ പാടുമെന്ന് ചിന്തിച്ച 8 വയസ്സുകാരൻ പാടിയത് പരസുതനേ എന്ന് ഞാൻ ചേർന്നിടുമോ. പാസ്റ്റങ്ങൾ പറഞ്ഞു, മോനെ നിന്റെ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നീ വേഗത്തിൽ വീട്ടിൽ ചെന്ന് നീ കുളിച്ച ഒരുങ്ങി നല്ല ഡ്രസ്സും ഇട്ട് വന്നാൽ ഇനിയും ഞങ്ങൾ നിനക്ക് പാട്ട് പാടാൻ അവസരം തരാം. അവൻ വളരെ വേഗത്തിൽ തന്റെ ആടുകളെ കൂട്ടി റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ദാരുണമായ സംഭവം ഉണ്ടായി. എതിരെ വന്ന ഒരു ടാങ്കർ ലോറി ആ കുഞ്ഞിനെ ഇടിച്ചു വീഴ്ത്തി. അവന്റെ തലയിലൂടെ ആ ടാങ്കർ ലോറിയുടെ പിൻചക്രം കയറി ഇറങ്ങി പരിക്ഷണം ആ ബാലൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വിവരമറിഞ്ഞ ആരൊക്കെയോ വന്ന് പാസ്റ്റങ്ങൾ അല്പമേറ്റു മുമ്പ് ഇവിടെ വന്ന് പാട്ടുപാടിയ ബാലൻ ആക്സിഡന്റിൽ പെട്ടു മരിച്ചു. വിവരമറിഞ്ഞ പാസ്റ്റകളും കൺവെൻഷൻ സംഘാടകരും ആ വനത്തിനുള്ളിൽ ചെന്നപ്പോൾ ഒരു വെള്ള തുണിക്കകത്ത് ആ ബാലന്റെ ചേതനയേറ്റ ശരീരം കിടക്കുന്നത് കണ്ട് അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടിത്തരിച്ചുപോയി. അപ്പോഴാണ് അവർ ഒന്ന് ഓർത്തത്, ആ കുഞ്ഞിന്റെ അവസാനത്തെ പാട്ട് അതൊരു കോമഡി പാട്ടല്ല, അതൊരു പാരഡി പാട്ടല്ല, അതൊരു ഉണർവ് പാട്ടല്ല, അവന്റെ ഒരു പ്രത്യാശയുടെ അവസാനത്തെ പാട്ടായിരുന്നല്ലോ എന്ന് ആ ദൈവദാസൻ ഓർത്തു. എന്താണ് ആ പാട്ട്? അവൻ വാനവരിൽ സ്തുതിനാദം സലമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമേ, ഈ യോഗം അവസാനത്തെ യോഗമാണെങ്കിലും ഇത് അവസാനത്തെ പ്രസംഗമാണെങ്കിലും ഇന്ന് രാത്രി നിന്റെ പ്രതീക്ഷകളൊക്കെ സ്വപ്നങ്ങളൊക്കെ ചീട്ടുകൊട്ടാരങ്ങൾ പോലെ തകർന്നടിയും. ജീവിക്കേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാലും ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും എനിക്ക് വേണ്ടി രക്തം തന്ന പ്രാണനാഥനെ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ദൈവസന്നിധിയിൽ വെച്ച് നിൽക്കാമോ? നമുക്ക് ആ പ്രത്യാശയുടെ ഗാനമൊന്ന് എല്ലാവരും കരങ്ങളടിച്ചു പാടി. ആ പാട്ടിന്റെ എല്ലാ സ്റ്റാൻസുകളും പാടണ്ട, ആദ്യത്തെ 8 വരി മാത്രം ആവർത്തിച്ചു പാടി എല്ലാവരും ചേർന്ന് കരങ്ങളെ അടിച്ച് കണ്ണുകളെ അടച്ച് പാടി ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവത്തിന് ഒരു ആരാധന അർപ്പിച്ച് കടന്നു പോകാം. Glory, hallelujah, hallelujah, hallelujah. സ്തുതിക്കും വീടേ, ദൈവമക്കൾക്കുള്ള ആശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തെരുവീതിയിൽ അതികുതുകാലെന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേ, വാനവരിൻ സദമുഴങ്ങും ശാലേയിൽ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേയിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേയിൽ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. ശുദ്ധ സ്തുതിക്കും വീടേ, ദൈവ മക്കൾക്കുള്ള ആശ്രയമേ, പരിലസിക്കും സ്വർണ്ണ തെരുവീതിയിൽ അതികുതുകാലെന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ.
എല്ലാ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. കരങ്ങളിൽ വെച്ച് കർത്താവിനെ സ്തുതിക്കാം. ഇത്രത്തോളം നമ്മെ സഹായിച്ചാൽ വീണ്ടും കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നാളത്തെ യോഗം ഓർപ്പിക്കുന്നു. നാളെ കൃത്യം 6:30 പ്രാർത്ഥിച്ച് നമ്മുടെ മഹായോഗം ആരംഭിക്കുകയാണ്. നമ്മുടെ മഹായോഗത്തിന്റെ അവസാന രാത്രിയാണ് നാളെ. എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടെ കടന്നു വരുവാൻ ഉത്സാഹിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. കെ എബ്രഹാം പാസ്റ്ററാണ് നമ്മുടെ മാറ്റമില്ലാത്ത വചനം നാളെ രാത്രിയിൽ അറിയിക്കുന്നത്. ദേവദാസനെ ശക്തമായി കരങ്ങളിൽ വിൽക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ കടന്നു വന്ന് ഈ നാളത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ എല്ലാവരും ഉത്സാഹിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ഇവിടെ ഒരു കാർഡ് ഉണ്ട്. നിങ്ങളുടെ ഈ മഹായോഗത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ എഴുതുവാൻ 2-3 കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. നിങ്ങളുടെ ഫോൺ നമ്പറും ഒക്കെ എഴുതുവാൻ ഒരു കാർഡുണ്ട്. അത് സംഘാടകർ പൂരിപ്പിച്ച് നൽകും. നാളെ അതിൻ്റെ ബാക്കിൽ ആൾക്കാരുണ്ട്. അവരെ ഇത് നിങ്ങൾക്ക് വിതരണം ചെയ്യും. നാളെ നിങ്ങൾ ഇത് എഴുതിക്കൊണ്ട് പൂരിപ്പിച്ചു കൊണ്ടുവരണം. നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ അതിൽ എഴുതണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവകർത്താവ് സഹായിക്കുന്നത് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ ഈ മീറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതുവാൻ മടിക്കരുത് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവകർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ഈ നിൽപ്പിൽ തന്നെ സ്തോത്രം കായംകുളം സെന്ററിന്റെ സെന്റർ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ജോണിക്കട്ട് പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് സാറ് ആശീർവാദം പറഞ്ഞ് നമ്മുടെ മീറ്റിംഗ് അവസാനിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല രാത്രികാലത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രികാലം ഞങ്ങളെ മഹനീയമായി അനുഗ്രഹിച്ച കർത്താവ്, ഇന്ന് രാത്രികാലവും സ്തോത്രം. ഹല്ലേലൂയ. ഈ മഹനീയമായി ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം അവിടുന്നായിരിക്കാൻ നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം ഞങ്ങൾ കണ്ടല്ലോ ലോകത്തിന്റെ രക്ഷകൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന്. ഇന്ന് രാത്രികാലം സ്വർഗം പിന്നെയും അതിനോട് ചേർന്ന് ഇവൻ എന്ന് ഹല്ലേലൂയ തന്റെ ദാസനിൽ കൂടെ സവിസ്തരം പറയുവാൻ തക്കവണ്ണം ദൈവാത്മാവേ, നീ അവിടുന്ന് തന്റെ മകനെ അഭിഷേകം ചെയ്തതിനാൽ ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ. കേട്ടിരിക്കുന്ന ദൈവവചനം നല്ല നിലത്ത് വിത്ത് പോലെ 30, 60, 100 മേനെയാക്കി വിളയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും കർത്താവെ ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവെ, തന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന എല്ലാ ഭൃത്യന്മാരെയും യേശു കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവെ, പ്രത്യേകം നാളെ നടക്കുന്ന യോഗത്തിനായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവെ, തിരുവല്ലയിൽ നിന്ന് ഹല്ലേലൂയ കടന്നു വരുന്ന അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഒരു സ്വർഗീയ അനുഭൂതി തന്റെ ജനത്തിന്മേൽ കൊടുക്കുവാൻ തക്കവണ്ണം തന്റെ ദാസനെ അഭിഷേകം ചെയ്ത് അഭിഷേകത്തിന്റെ ദൂതമായി ഈ ദേശത്തേക്ക് ദൈവം കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യാം. ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവം നൽകി തന്നിരിക്കാൻ സ്തോത്രം ചെയ്യാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ ബലാന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും സഹവാസവും ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ പേരും ഇവിടെ തലമുറയ്ക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരും വിശേഷാൽ ഇന്ന് വചനം പറഞ്ഞ തന്റെ കർത്താവിന്റെ ദാസന്മേലും എല്ലായ്പ്പോഴും അവിടുത്തെ കൃപയും സമാധാനവും എന്നും എന്നേക്കും അവിടുത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആർക്കപ്പെട്ട ദൈവകുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. രാത്രിക്കാൽ സമാധാനത്തോടെ മടങ്ങിപ്പോകാം.